സൂറത്തു നിസായിലെ മൂന്നാമത്തെ വാക്യത്തിൻ്റെ ആശയമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തത്. അനാഥരോട് നീതി കാണിക്കുക, ഒരുപാട് പെണ്ണ് കെട്ടുക, ഈ രണ്ട് കാര്യങ്ങളും കൂട്ടിച്ചേർത്ത് പറഞ്ഞ ആ വാക്യത്തിൻ്റെ യഥാർത്ഥ ആശയം എന്താണ് എന്നതിനെ സംബന്ധിച്ച് ഖുർആൻ പണ്ഡിതന്മാർ ഇരുട്ടിൽ തപ്പുന്നതും കരണം മറിയുന്നതുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ആ വാക്യം തന്നെ എന്തിനെക്കുറിച്ചുള്ളതാണ് എന്ന കാര്യത്തിൽ പോലും തർക്കമാണ്. അത് ബഹുഭാര്യത്വത്തെക്കുറിച്ചാണോ, ബഹുഭാര്യത്വം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് അവതരിപ്പിച്ചതാണോ, അതല്ല അനാഥരോട് നീതി കാണിക്കേണ്ടതിൻ്റെ ആവശ്യം വ്യക്തമാക്കാനാണോ, അതോ ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്തിട്ടാണോ? രണ്ടും കൂടെ കൂട്ടിച്ചേർത്തതാണെങ്കിൽ അത് രണ്ടും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെടുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് തർക്ക വിഷയമായി വന്നിട്ടുള്ളത്. ഇത് രണ്ടും ബന്ധപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ ആശയങ്ങൾ നോക്കുകയാണെങ്കിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള 3-4 അഭിപ്രായങ്ങൾ അതിനകത്ത് കാണും. എന്ന് മാത്രമല്ല, ഇത് ബഹുഭാര്യത്വത്തെ സംബന്ധിച്ചാണ് പറയുന്നതെങ്കിൽ അത് 4 ഭാര്യമാരിൽ പരിമിതപ്പെടുത്തുന്നുണ്ടോ ഇല്ലേ എന്ന കാര്യത്തിൽ പോലും വ്യക്തതയില്ല. കാരണം അവിടെ പറയുന്നത് 2, 3 നന്നാലും പെണ്ണ് കെട്ടിക്കൊണ്ടുവരിക, അനാഥരോട് നീതി പാലിക്കാൻ കഴിയില്ല എന്ന് ആശങ്ക തോന്നുന്നുവെങ്കിൽ എന്നാണ്. അതിനെ 10-12 ഭാര്യമാരുണ്ടായിരുന്നവരോട് അവരുടെ ഭാര്യമാരുടെ എണ്ണം 4 ചുരുക്കാൻ വേണ്ടി പറഞ്ഞതാണത് എന്ന് കുറേ ആളുകൾ വ്യാഖ്യാനിച്ചപ്പോൾ, വേറെ കുറേ ആളുകൾ വ്യാഖ്യാനിച്ചത് 2, 3 നന്നാലും അങ്ങനെ ഇഷ്ടം പോലെ പെണ്ണ് കെട്ടാനുള്ള അനുവാദമാണത്, പരമാവധി 9 വരെയെങ്കിലും കെട്ടാനുള്ള അനുവാദം ആ വാക്യത്തിലുണ്ട് എന്ന് വ്യാഖ്യാനിച്ചവരും ഉണ്ട്. ഷിയാക്കൾ അങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നാണ് അവരെക്കുറിച്ചുള്ള ഒരു ആക്ഷേപം. ഇതൊന്നും ഞാൻ സ്വന്തമായിട്ട് പറയുന്നതല്ല, എല്ലാത്തിനും കൃത്യമായ തെളിവുകൾ ഞാൻ കാണിച്ചതാണ്. ഈ പറഞ്ഞതിൻ്റെ തെളിവും ഇതാ ഇമാം റാസി തന്നെ എഴുതി വച്ചിരിക്കുന്നു. 2, 3 നന്നാലും വിവാഹം കഴിക്കാൻ ഈ വചനം ആഹ്വാനം ചെയ്യുന്നതിൽ നിന്ന് വിവാഹം എത്രയുമാകാം എന്ന് വാദിക്കുന്നവരുണ്ട്. മാത്രമല്ല, പ്രവാചകൻ നിര്യാതനാവുമ്പോൾ 9 ഭാര്യമാർ നിലവിലുണ്ടായിരുന്നുവെന്നും പ്രവാചക ചര്യ പിൻപറ്റുക എന്ന നിലക്ക് ചിന്തിക്കുമ്പോഴും ധാരാളം വിവാഹം കഴിക്കേണ്ടതായി വരുമെന്നും 4-ലധികം കഴിച്ചില്ലെങ്കിൽ കുറ്റവാളിയായിത്തീരുമെന്നും വരെ അവർ വാദിക്കുന്നു. അപ്പോൾ ഖുർആനിൽ ഒരു വാക്യം അള്ളാഹു അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, പണ്ട് മദ്രസയിൽ നിന്ന് ഞങ്ങൾക്കൊക്കെ ഉസ്താദ് പറഞ്ഞു തന്നിരുന്ന ഒരു കഥ ഓർമ്മ വരുന്നുണ്ട്. ഇബ്ലീസിൻ്റെ ചക്കര തേച്ച കഥ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. ഇബ്ലീസ് എന്തെങ്കിലുമൊക്കെ കുനിഷ്ടൊപ്പിച്ചിട്ട് പോവുക, എന്നിട്ട് അതിന് വളരെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുക എന്നതായിരുന്നു ഇബ്ലീസിൻ്റെ ഒരു കലാപരിപാടി. ഇബ്ലീസ് ഒരിക്കൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു വീട്ടിൻ്റെ മതിലുമ്മൽ അല്ലെങ്കിൽ അവരുടെ ചുമരുമ്മൽ കുറച്ച് ചക്കര തേച്ചിട്ട് അങ്ങോട്ട് പോയി. അങ്ങനെ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ചക്കര തിന്നാൻ ഉറുമ്പ് വന്നു, ഉറുമ്പിനെ തിന്നാൻ പല്ലി വന്നു, പല്ലിയെ പിടിക്കാൻ പൂച്ച വന്നു, പൂച്ചനെ ഓടിക്കാൻ നായ വന്നു. അപ്പോൾ പൂച്ചേൻ്റെ വീട്ടുകാരും നായയുടെ വീട്ടുകാരും തമ്മിൽ പ്രശ്നമായി, വഴക്കായി. നിങ്ങളെ നായ ഞങ്ങളെ പൂച്ചേനെ കടിച്ചു എന്ന് പറഞ്ഞിട്ട് നായൻ്റെ ഉടമസ്ഥരും പൂച്ചേൻ്റെ ഉടമസ്ഥരും തമ്മിൽ അടിയായി. അങ്ങനെ 2 വീട്ടുകാർ, അയൽവാസികളായ 2 വീട്ടുകാർ തമ്മിലുള്ള വഴക്കും അടിയും മൂത്ത് 2 പക്ഷത്തും ആൾക്കൂട്ടമായി. ഈ ആൾക്കൂട്ടം തമ്മിൽ പൊരിഞ്ഞ അടി നടക്കുമ്പോഴാണ് ഇബ്ലീസ് തിരിച്ചു വരുന്നത്. അപ്പോൾ ഇബ്ലീസ് ചെയ്ത ഒരു നിസ്സാര കാര്യത്തിന് ഇത്രയും നല്ല ഫലം കിട്ടിയപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി അതിലങ്ങനെ ചിരിച്ചുകൊണ്ട് പോയി എന്നുള്ളതാണ് കഥ. ഈ ഇബ്ലീസ് ചക്കര തേച്ച അതേപോലെയാണ് അള്ളാഹു ഓരോരോ ആയത്ത് ഇറക്കിയിട്ടാണ് പോകുന്നത്. ഇവിടെ അള്ളാഹു ഒരു ആയത്ത് അങ്ങോട്ട് ഇറക്കിയിട്ടിട്ടാണ് പോയി. അള്ളാഹു ഇറക്കിയ ആയത്ത് എന്തിനെക്കുറിച്ചാണ്, അതിൽ പറയുന്ന കാര്യങ്ങളുടെ ആശയം എന്താണ്, അത് പരസ്പരം എന്താണ് ബന്ധം, ഇതിൽ നിന്ന് ഉരുത്തിരിച്ചെടുക്കാവുന്ന ശരീഅത്ത് നിയമങ്ങൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് പണ്ഡിതന്മാർ പല സംഘങ്ങളായി ഇന്നും തർക്കിച്ചുകൊണ്ടിരിക്കുന്നതാണ് ലോകത്ത് കാണുന്നത്. അള്ളാഹു ആകാശത്ത് ഇരുന്നിട്ട് അത് നോക്കി ഇങ്ങനെ ചിരിക്കുകയാണ്. അപ്പോൾ ചക്കര തേച്ച ഇബ്ലീസിൻ്റെ അതേ മനോഭാവത്തോടു കൂടി മനുഷ്യരെ വഴിതെറ്റിക്കാൻ വേണ്ടി ഓരോരോ കുനിഷ്ടൊപ്പിച്ച് വെച്ച ആളാണ് അള്ളാഹു എന്ന് ഈ ഖുർആനിലെ ഓരോ വാചകങ്ങൾ വായിക്കുമ്പോഴും നമുക്ക് ബോധ്യമാകും. എന്നാൽ ഇതേ ഖുർആനിൽ പറയുന്ന അവകാശവാദമോ, ഇത് ലളിതവും വ്യക്തവുമായിട്ട് എല്ലാവർക്കും എല്ലാ കാര്യവും വിശദീകരിച്ച പുസ്തകമാണ് എന്നാണ്. അതേ പുസ്തകത്തിൽ തന്നെ ഇതിൽ ആർക്കും മനസ്സിലാവാത്ത കുറേ ഞാൻ കുത്തിത്തിരികി വെച്ചിട്ടുണ്ട് എന്ന കുരുത്തക്കേടും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തമ്മിൽ തന്നെ വൈരുദ്ധ്യമാണ്. ഇനി എല്ലാ കാര്യങ്ങളും വ്യക്തമായി ലളിതമായി വിവരിച്ചതാണെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിവരിച്ചതുപോലുള്ള ആയത്തുകൾക്കൊക്കെ എങ്ങനെയാണ് ഇത്രയേറെ ആശയ വിഭിന്നതകൾ ഉണ്ടായത്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായത്? കാരണം അതിൻ്റെ ആശയ വ്യക്തത ഇല്ലായ്മയാണ്.
അന്ന് അതെന്താണ് എന്ന് വിശദീകരിച്ചു കൊടുത്ത പ്രവാചകൻ്റെ വാക്യങ്ങൾ കിതാബുകളിൽ നിന്ന്, ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്ന് എടുത്ത് പരിശോധിക്കുമ്പോൾ അതിനകത്തും വൈരുദ്ധ്യങ്ങളാണ്. ഒരായത്തിനെക്കുറിച്ച് തന്നെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഹദീസുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു നിയമം ഉരുത്തിരിച്ചെടുക്കാൻ, അതല്ലെങ്കിൽ ഒരു കർമ്മശാസ്ത്രം ഉരുട്ടിയെടുക്കാൻ പണ്ഡിതന്മാർ ഈ ഹദീസുകളും ആയത്തുകളും ഒക്കെ പെറുക്കി വെച്ച് പരിശോധിക്കുമ്പോൾ 10 പണ്ഡിതന്മാർ പരിശോധനയ്ക്കിരുന്നാൽ 10 തരത്തിലുള്ള കോലത്തിലാണ് ശരീഅത്ത് നിയമങ്ങൾ ഉണ്ടാവുന്നത്. കാരണം അള്ളാഹ് ഒരു എല്ലും കോല കണ്ടിട്ടിട്ടേ പോയിട്ടേ ഉള്ളൂ. ആ എല്ല് പിന്നെ നമ്മൾ കൂട്ടി ഘടിപ്പിച്ചുണ്ടാക്കി അതിൻ്റെ മേലെ ഇറച്ചി പൊതിഞ്ഞ് അതിന് തോല് വെച്ച് അതൊരു കോലത്തിലാക്കേണ്ട പണി നാട്ടുകാർക്കാണ്. അങ്ങനെ അത് കോലത്തിലാക്കാൻ വേണ്ടി കുത്തിയിരുന്ന നാട്ടുകാർ പല ഗ്രൂപ്പുകളായിട്ട് പല കോലത്തിലുള്ള പല രൂപങ്ങളുണ്ടാക്കി. അങ്ങനെയാണ് മാലിക്കി, ഷാഫി, അംബലി, ഹനഫി എന്നൊക്കെ പറഞ്ഞ മദ്ഹബുകളും സുന്നി, ഷിയ എന്ന് പറയുന്ന ഗ്രൂപ്പുകളും, സുന്നികൾക്കിടയിൽ തന്നെ മുജാഹിദ്, സലഫി, ജമായത്ത്, സുന്നി, ആ സുന്നി, ഈ സുന്നി എന്നൊക്കെ പറഞ്ഞിട്ട് അനേകം ഗ്രൂപ്പുകളും ഇവരൊക്കെ തമ്മിൽ വ്യത്യസ്തമായിട്ടുള്ള ശരീഅത്ത് നിയമം പറഞ്ഞുകൊണ്ടുള്ള തർക്കങ്ങളും, തർക്കം മൂത്ത് പള്ളിയിൽ പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയും ലോകത്ത് 14 നൂറ്റാണ്ടായി ഇന്നും നിലനിൽക്കുന്നു. ചക്രതേച്ച ഇബ്ലീസിൻ്റെ അതേപോലെയുള്ള ഒരു കഥാപാത്രമാണ് അള്ളാഹു എന്ന് വ്യക്തമായിട്ട് നമുക്കിവിടെ ബോധ്യപ്പെടുകയാണ്. ചിന്തിക്കുന്നവർക്ക് ഇതൊക്കെ നല്ല ദൃഷ്ടാന്തമാണ്. ഇതൊക്കെ ആരുടെ കുഴപ്പം കൊണ്ട് സംഭവിച്ചതാണ്, എന്തുകൊണ്ട് സംഭവിച്ചതാണ്, ഇതൊക്കെ വിശ്വസിക്കുന്ന നമുക്ക് എവിടെയാണ് കുഴപ്പം പറ്റുന്നത് എന്നൊക്കെ ചിന്തിച്ചാൽ വ്യക്തമാകും. പക്ഷേ ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും വിശ്വാസിക്കില്ല എന്നതാണ് ഏറ്റവും വലിയ ദുരന്തം. ഇനി നമ്മൾ ഈ അധ്യായത്തിൽ അടുത്ത വാക്യമാണ് പരിശോധിക്കുന്നത്, 4-ാമത്തെ വാക്യം. 4-ാമത്തെ വാക്യം പരിശോധിക്കുമ്പോഴും ഈ പറഞ്ഞതൊക്കെ അവിടെയും നമുക്ക് കാണാം. അവിടെ ഏത് വിഷയത്തെക്കുറിച്ചാണ് പറയുന്നത് എന്ന കാര്യത്തിൽ പോലും വ്യക്തതയില്ല. ഞാൻ ആ ആയത്ത് അതിൻ്റെ ഓത്ത് കേൾപ്പിച്ച ശേഷം അതിൻ്റെ അർത്ഥം വായിക്കാം. വായിച്ചിട്ട് നമുക്ക് അതുമായി ബന്ധപ്പെട്ട ശരീഅത്ത് നിയമങ്ങൾ ഇതിനകത്ത് നിന്ന് എങ്ങനെയാണ് കടഞ്ഞെടുത്തത് എന്നും, അങ്ങനെ കടഞ്ഞെടുത്തപ്പോൾ എത്ര തരത്തിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും കർമ്മശാസ്ത്രങ്ങളും രൂപപ്പെട്ടു എന്നൊക്കെ വിശദമായിട്ട് ചർച്ച ചെയ്യാം. അതിനാവശ്യമായ കിതാബുകൾ എൻ്റെ മുമ്പിൽ ഉണ്ട്. وآتوا النساء صدقاتهن نحلة فإن طبن لكم عن شيء منه نفسا فكلوه هنيئا مريئا. സ്ത്രീകൾക്ക് അവരുടെ സദുക്കകളെ നിങ്ങൾ ഇഷ്ടദാനമായോ സന്തോഷത്തോടു കൂടിയുള്ള പാരിതോഷികമായോ കൊടുക്കുകയും ചെയ്യുവീൻ. ഇനി അതിൽ നിന്ന് വല്ലതിനെയും നിങ്ങൾ അവർ മനസ്സു നന്നായി തൃപ്തിപ്പെട്ടുകൊണ്ട് വിട്ടുതരുന്ന പക്ഷം അത് നിങ്ങൾ മംഗളമായും സുഖകരമായും തിന്നുകൊള്ളുവിൻ. ഇതാണ് ഈ വാക്യത്തിലുള്ള വാചകത്തിൻ്റെ അർത്ഥം. വ ആത്തുൻ നിസാ, പെണ്ണുങ്ങൾക്ക് കൊടുക്കുക, സദുക്കാത്തിഹിന്ന, അവരുടെ സദുക്ക. സദുക്ക എന്ന് പറഞ്ഞാൽ ഇഷ്ടദാനം അല്ലെങ്കിൽ ഗിഫ്റ്റ്, ഫ്രീ ഗിഫ്റ്റ് എന്നൊക്കെയാണ് ഇതിന് പരിഭാഷ കൊടുത്തിട്ടുള്ളത്. ഫ്രീ ഗിഫ്റ്റ് നിങ്ങൾ പെണ്ണുങ്ങൾക്ക് കൊടുക്കുവിൻ. ഏത് പെണ്ണുങ്ങൾക്ക്, എന്ത് കാര്യത്തിന് എന്നൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ. നിഹിലത്തൻ എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടു കൂടി ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സമ്മാനത്തിനാണ് പറയുന്നത്. ഇഷ്ടപ്പെട്ട ഔപചാരികമായ നിർബന്ധമായ ദാനം എന്നൊക്കെ ഇതിനർത്ഥമുണ്ട് എന്നാണ് അമാനി മൗലവി ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടദാനമോ ഔപചാരിക ദാനമോ നിർബന്ധ ദാനമോ ഒക്കെ ആയിട്ട് നിങ്ങൾ ഈ സദുക്ക കൊടുക്കുവിൻ പെണ്ണുങ്ങൾക്ക് എന്നാണ്. ഇനി അതിൽ നിന്ന് വല്ലതിനെയും നിങ്ങൾക്ക് അവർ നല്ല മനസ്സോടെ തൃപ്തിപ്പെട്ട് തിരിച്ചു തരികയാണെങ്കിൽ അത് നിങ്ങളെടുത്ത് തിന്നും ചെയ്തോളീൻ. അപ്പോൾ ഈ പെണ്ണുങ്ങൾക്ക് എന്തിനാണിത് കൊടുക്കുന്നത്? ഏത് പെണ്ണുങ്ങൾക്കാണ് ഈ കൊടുക്കുന്നത്? എന്താണ് ഈ കൊടുക്കുന്നത്? ഇതിനെക്കുറിച്ചൊക്കെ പണ്ഡിതന്മാർക്ക് പലതരം അഭിപ്രായങ്ങളുണ്ട്. ഇതിൽ നിന്ന് ഉരുത്തിരിച്ചെടുത്തിട്ടുള്ള ശരീഅത്ത് നിയമങ്ങൾ, കർമ്മശാസ്ത്ര നിയമങ്ങൾ ഓരോ മദ്ഹബിലും വ്യത്യസ്തവുമാണ്. ഇവിടെ നിസാ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, പെണ്ണുങ്ങൾക്ക് കൊടുക്കുവിൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് കല്യാണ സമയത്ത് ഭാര്യയ്ക്ക് കൊടുക്കുവിൻ എന്നോ അല്ലെങ്കിൽ വിവാഹമൂല്യം കൊടുക്കുവിൻ എന്നോ ഒന്നും ഖുർആൻ വായിച്ചാൽ ആർക്കും മനസ്സിലാവില്ല. പെണ്ണുങ്ങൾക്ക് സദക്ക കൊടുക്കാൻ പറയുന്നുണ്ട്. എന്നിട്ട് അത് ഇഷ്ടദാനമായിട്ട് സന്തോഷമുള്ള ഒരു സമ്മാനമായിട്ട് കൊടുത്തിട്ട്
ആ കൊടുത്തിന്ന് അവർ വല്ലതൊക്കെ തിരിച്ചു തരികയാണെങ്കിൽ, സന്തോഷത്തോടെ തിരിച്ചു തരികയാണെങ്കിൽ അത് വാങ്ങി മുണങ്ങിക്കൊളിയും എന്നാണ് ഈ ആയത്തിൽ പറയുന്നത്. അപ്പോൾ ഏത് പെണ്ണുങ്ങൾക്കാണ് ഈ സദക്ക കൊടുക്കുന്നത്, എന്ത് കാര്യത്തിനാണ് ഈ സദക്ക കൊടുക്കുന്നത്? വിവാഹമാണെങ്കിൽ വിവാഹത്തിൻ്റെ സമയത്ത് കൊടുക്കുന്ന ധനത്തിന്, വിവാഹമൂല്യത്തിന് പൊതുവെ മഹർ എന്നാണ് പറയുന്നത്. പക്ഷേ ഖുർആനിൽ അതിന് അജർ, ഉജൂർ എന്നൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് ഇതേ അധ്യായത്തിൽ കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കിട്ടും. 24-ാമത്തെ വാക്യത്തിൽ പൈസ കൊടുത്ത് സ്ത്രീകളെ ലൈംഗികമായി ഉപയോഗിക്കാൻ അനുവാദം കൊടുക്കുന്ന കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ പെണ്ണുങ്ങളെ കൂട്ടിക്കൊണ്ടുപോയിട്ട് സുഖം അനുഭവിച്ചോളി, സുഖം അനുഭവിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ കരാറനുസരിച്ചുള്ള പൈസ കൊടുത്തോളി, പൈസയുടെ കാര്യത്തിൽ നിങ്ങൾ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്ന് അവിടെ പറയുന്നുണ്ട്. അതേ കാര്യം തന്നെയാണോ ഇവിടെ പറയുന്നത് എന്ന് സംശയിക്കാം. അങ്ങനെയാണെങ്കിൽ സാധാരണ സ്ത്രീകളെ വിളിച്ചു കൊണ്ടുപോയി അവരുമായിട്ട് ലൈംഗിക ബന്ധം നടത്തിയതിന് ശേഷം നിങ്ങൾക്ക് സന്തോഷം തോന്നിയാൽ എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുത്ത് പറഞ്ഞയക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അതിൽ നിങ്ങൾക്ക് പെണ്ണും സന്തോഷത്തോടു കൂടിയാണത് വാങ്ങുന്നതെങ്കിൽ അവൾ വല്ലതൊക്കെ തിരിച്ച് ഇങ്ങോട്ടും സമ്മാനം തരികയാണെങ്കിൽ അതും വാങ്ങി തിന്നോളിയും, കുഴപ്പമൊന്നുമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. 4:24 കൃത്യമായിട്ടും അത് പറയുന്നുണ്ട്. നിങ്ങളൊരു പെണ്ണിനെ കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ ആ പെണ്ണിനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് സുഖം അനുഭവിച്ചോളി, എന്നിട്ട് പൈസ കൊടുത്തോളി എന്ന് പറയുന്നുണ്ട്. അതാണ് മുത്തുക. ആ ആയത്തിൻ്റെ പേര് തന്നെ ആയത്തിൽ മുത്തുക എന്നാണ്. അത് നമുക്ക് അവിടെ എത്തുമ്പോൾ വിശദമായിട്ട് പറയാം. ആ ആയത്തിൽ മുത്തുക തന്നെയാണോ ഇത് എന്നും സംശയിക്കണം, ഇതിലെ വാചകഘടനയും ഇത് പറയുന്ന ആശയവും കൂടെ പരിശോധിക്കുമ്പോൾ. അടിമ സ്ത്രീകളെ ഉപയോഗിച്ചതിന് ശേഷം അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന കാര്യമാണോ, അതല്ല സ്വതന്ത്രരായ സ്ത്രീകളെ ഉഭയകക്ഷി സമ്മതത്തോടു കൂടി വ്യഭിചരിച്ചതിന് ശേഷം അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതിനെക്കുറിച്ചാണോ ഈ പറയുന്നത് എന്നൊന്നും വ്യക്തമല്ല. എന്തായാലും ഇതൊന്നും ഇന്നത്തെ കാലത്ത് നാട്ടുകാരോട് പറയാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം ഈ ഖുർആനിൻ്റെ വ്യാഖ്യാതാക്കൾ ഇന്ന് ഇത് വിവാഹമൂല്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. വിവാഹമൂല്യമാണെങ്കിൽ അത് ദാനമല്ല, അത് നിർബന്ധമായിട്ട് കൊടുക്കേണ്ട ഒരു സംഭവമാണ് എന്നാണ് നമ്മളൊക്കെ ഇവർ പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഈ ആയത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എന്താണ് ഈ മഹർ എന്നതിനെ സംബന്ധിച്ച് ഫിഖ് ഗ്രന്ഥങ്ങളിലും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലും നിയമഗ്രന്ഥങ്ങളിലൊക്കെ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ വായിച്ചാൽ ഇന്നത്തെ കാലത്ത് നമ്മൾ അന്തം വിട്ട് മൂക്കുപൊത്തി ഇരുന്നു പോകും. എന്താണ് മഹർ? നമ്മളോട് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന സമ്പ്രദായം അനുസരിച്ച് ഒരു പെണ്ണിൻ്റെ വിവാഹം നടക്കണമെങ്കിൽ തന്നെ മഹർ അഡ്വാൻസായിട്ട് കൊടുക്കണം. അത് അങ്ങോട്ട് വെച്ചിട്ടാണ്, അത് മുന്നിൽ വെച്ചിട്ടാണ് നിക്കാഹിൻ്റെ വാചകം പെണ്ണിൻ്റെ രക്ഷിതാവും കെട്ടുന്ന ചെറുക്കനും തമ്മിൽ കൈ കൊടുത്തുകൊണ്ട് മൊഴിയുന്നത്. അതിനാണ് നമ്മുടെ നാട്ടിൽ മുസ്ലിങ്ങളുടെ ഇടയിൽ വിവാഹം എന്ന് പറയുന്നത്. എന്നാൽ ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ, പുസ്തകങ്ങൾ വായിച്ചു നോക്കുമ്പോൾ ഇസ്ലാമിൽ അങ്ങനെയൊന്നുമല്ല. ഇസ്ലാമിൽ ഈ മഹർ കൊടുക്കണം എന്നില്ല, മഹർ നിശ്ചയിക്കണം എന്നില്ല. അഡ്വാൻസ് കൊടുത്താലും കുഴപ്പമില്ല, മുഴുവൻ ആദ്യം കൊടുത്താലും കുഴപ്പമില്ല, ഒന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. കരാർ അനുസരിച്ച് ആണും പെണ്ണും തമ്മിൽ ബന്ധപ്പെട്ടതിന് ശേഷം ആ പെണ്ണിന് പൈസ കൊടുത്താൽ മതി. അതല്ല ഇനി ആ സമയത്ത് യാതൊരു കരാറും നിശ്ചയിച്ചിട്ടില്ല, ഏത് സംഖ്യയൊന്നും ഉറപ്പിച്ചിട്ടില്ല എങ്കിൽ എന്ത് കൊടുക്കണം എന്നതിനെ സംബന്ധിച്ചൊന്നും യാതൊരു വ്യവസ്ഥയുമില്ല. ആ പെണ്ണിനെ ശാരീരികമായി ബന്ധപ്പെടുന്നതിന് മുമ്പാണ് മൊഴി ചൊല്ലി പറഞ്ഞയക്കുന്നതെങ്കിൽ നിശ്ചയിച്ചിട്ടുള്ള മഹറിൻ്റെ പകുതി അവൾക്ക് കൊടുക്കണം. മഹർ നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സമ്മാനം കൊടുക്കണം. ഇത് നമ്മൾ അൽ ബക്കറ കഴിഞ്ഞ 2-ാം സൂറത്തിൽ രണ്ട് ആയത്തുകൾ വായിച്ചപ്പോൾ വിശദീകരിച്ച കാര്യമാണ്. അപ്പോൾ മുൻകൂട്ടി മഹർ നിശ്ചയിക്കണമെന്നില്ല, നിശ്ചയിച്ചാൽ തന്നെ അത് കൊടുക്കണമെന്നില്ല. അത് മുഴുവനായിട്ട് കൊടുക്കുകയാണെങ്കിൽ തന്നെ അത് മുഴുവനായിട്ട് കൊടുക്കണമെന്നില്ല, അത് പാർഷ്യലായിട്ട് കൊടുത്താൽ മതി. ഒന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. കരാർ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പെണ്ണിന് സമ്മതമില്ലെങ്കിൽ പോലും ഇയാൾക്ക് ലൈംഗികമായി പ്രാപിക്കാനുള്ള അവകാശമുണ്ട് എന്ന് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നു. അപ്പം മഹറൊന്നും കൊടുക്കാതെ കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞാൽ മഹർ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ആ പെണ്ണിനെ കയറി പെണ്ണിൻ്റെ അനുവാദമില്ലാതെ റേപ്പ് ചെയ്യാൻ വരെ അയാൾക്ക് അവകാശമുണ്ട് എന്നും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചിട്ടുണ്ട്. എന്താണ് ഈ മഹർ? എന്തിനുള്ളതാണ് ഈ മഹർ? അതും വളരെ കൃത്യമായിട്ട് നിർവചിച്ച് വെച്ചിട്ടുള്ളത്. അത് ആ പെണ്ണിൻ്റെ ശരീരത്തിൻ്റെ
അഥവാ ആ പെണ്ണിൻ്റെ ലൈംഗിക അവയവത്തിൻ്റെ വിലയോ വാടകയോ ആണ്. അപ്പോൾ ഒരു പെണ്ണിൻ്റെ ശരീരത്തിലുള്ള ലൈംഗിക അവയവം ഒരു പുരുഷന് പണത്തിന് വിൽക്കുക എന്നതാണ് ഇസ്ലാമിലെ ഏർപ്പാട്. അത് വിവാഹമായാലും ശരി, വിവാഹം കഴിക്കാതെയുള്ള വ്യഭിചാരമായാലും ശരി, താൽക്കാലികമായി നടത്തുന്ന മുത്തുക എന്ന് പറയുന്ന ഏർപ്പാടായാലും ശരി, ഒരു പെണ്ണ് അവളുടെ ശരീരം വിൽക്കുന്നതിനാണ് ഇസ്ലാമിൽ സ്ത്രീ പുരുഷ ലൈംഗിക ബന്ധമായിട്ട് കണക്കാക്കുന്നത്. എന്നിട്ട് അങ്ങനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ പെണ്ണിന് പൈസ കൊടുക്കുന്നതിൻ്റെ ഇടപാടുകളെക്കുറിച്ചാണ് അനേക പേജുകൾ ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചിട്ടുള്ളത്. എൻ്റെ മുമ്പിൽ ഇപ്പോൾ 2 കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുണ്ട്. ഒന്ന് ഫത്തുഹുൽ മുഈൻ, അതൊരു 300-400 കൊല്ലം പഴക്കമുള്ള ഒരു ഗ്രന്ഥമാണ്. സൈനുദ്ദീൻ മഖ്ദൂം എന്ന് പറയുന്ന ആൾ എഴുതിയിട്ടുള്ള സംഭവമാണ്. അതുകൂടാതെ എൻ്റെ കയ്യിൽ ഫിഖ്ഹു സുന്ന എന്ന് പറയുന്ന വേറൊരു കിതാബുണ്ട്. അത് വളരെ ആധുനികമാണ്. 20-ാം നൂറ്റാണ്ടിൽ എഴുതിയിട്ടുള്ള സയ്യിദ് സാബിക്കിൻ്റെ ഒരു കർമ്മശാസ്ത്ര ഗ്രന്ഥമാണ്. അത് ജമാഅത്തെ ഇസ്ലാമിക്കാരാണ് അത് ഇവിടെ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് മലയാളത്തിൽ. മറ്റേത് ഫത്തുൽ മുഈൻ ഇവിടെ സുന്നികൾ അവരുടെ ദർസിലും മദ്രസകളിലും ഒക്കെ പഠിപ്പിക്കുന്ന മൂല്യന്മാർക്ക് പഠിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കർമ്മശാസ്ത്ര ഗ്രന്ഥമാണ്. ഈ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ മഹറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഫത്തുഹുൽ മുഈനിൽ മഹർ എന്ന ഒരു അധ്യായം ഇങ്ങനെയാണ്. മഹറിനെ സംബന്ധിച്ചാണ് ഈ അധ്യായത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നത്. ഇനി മഹറിൻ്റെ നിർവചനം പറയാണ്. സംയോഗത്താലോ വിവാഹത്താലോ പുരുഷൻ സ്ത്രീക്ക് കൊടുപ്പാൻ നിർബന്ധമായ ഒന്നാണ് മഹർ. ശ്രദ്ധിച്ച് കേൾക്കണം. സംയോഗത്താലോ വിവാഹത്താലോ പുരുഷൻ സ്ത്രീക്ക് കൊടുക്കാൻ നിർബന്ധമായ ഒന്നാണ് മഹർ. അപ്പോൾ മഹർ കല്യാണം കഴിക്കുമ്പോൾ കൊടുക്കേണ്ട കാര്യം മാത്രമല്ല, സംയോഗം ചെയ്യുന്ന പെണ്ണിനെ കൊടുക്കേണ്ട കൂലിയാണ്. അപ്പോൾ വിവാഹം മാത്രമല്ല, വിവാഹമല്ലാതെയുള്ള സംയോഗവും ഇസ്ലാമിൽ മഹർ കൊണ്ട് ഹലാലാകും എന്നാണ് ഇവിടെ പറയുന്നത്. ഇത് തന്നെയാണ് ഇതിൽ വിശദീകരിച്ചും പറയുന്നത്. സംയോഗം ചെയ്താൽ ഒരു പെണ്ണിന് പൈസ കൊടുക്കണം. ആ പെണ്ണിൻ്റെ ശരീരത്തിന് അന്നത്തെ മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് എന്ത് വിലയുണ്ടോ എന്ന് നോക്കി ആ വില ആ പെണ്ണിന് കൊടുത്തോളണം ഒരു പെണ്ണുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ. ഒരു കരാറിലൂടെ ആണെങ്കിലാണ് ആ ലൈംഗിക ബന്ധത്തിന് വിവാഹം എന്ന് പറയാം. ഒരു കരാറുമില്ലാതെ ആണ് ബന്ധപ്പെടുന്നതെങ്കിൽ അത് പരസ്പര സമ്മതത്തോടെ ആയാലും അല്ലാതെ ആയാലും ശരി, സംയോഗം നടന്നിട്ടുണ്ടെങ്കിൽ, ലൈംഗിക ബന്ധം നടന്നിട്ടുണ്ടെങ്കിൽ അതോടുകൂടി ആ പെണ്ണിൻ്റെ ലൈംഗിക അവയവം ഈ പുരുഷൻ ഉപയോഗിച്ചു എന്ന കാരണത്താൽ ആ ലൈംഗിക അവയവത്തിന് അന്നത്തെ മാർക്കറ്റിലുള്ള വില ഇയാൾ കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. ഇതാണ് ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്ര നിയമപുസ്തകങ്ങളിൽ എഴുതി വച്ചിട്ടുള്ളത്. ഒരാൾ ഒരു സ്ത്രീയെ അവളുടെ അനുവാദത്തോടെയോ അല്ലാതെയോ ലൈംഗികമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വ്യഭിചാരമാണെങ്കിലും നിശ്ചയിക്കപ്പെട്ട പൈസ അല്ലെങ്കിൽ റേറ്റ് അനുസരിച്ചുള്ള മാർക്കറ്റ് റേറ്റ് അനുസരിച്ചുള്ള പൈസ അയാൾ അവൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് വ്യഭിചാരമല്ല, അതിന് ശിക്ഷയില്ല എന്ന് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലുണ്ട്. ജസാസ് എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ എഴുതിയിട്ടുള്ള അഹ്കാമുൽ ഖുർആൻ എന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ട്, വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മറ്റു പല കിതാബുകളിലുണ്ട്, പക്ഷേ ഇതൊന്നും മലയാളത്തിലേക്ക് ഭാഷാന്തരം ചെയ്ത് നമ്മുടെ മുമ്പിലെത്തിയ കിതാബുകളിൽ തിരഞ്ഞാൽ കാണില്ല. അറബി ഭാഷയുടെ അട്ടത്തിരിക്കുന്ന പല കിതാബുകളിലും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. വ്യഭിചാരത്തിൻ്റെ കൂലിയാണ് അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ലൈംഗിക അവയവത്തിൻ്റെ വാടകയോ വിലയോ ആണ് മഹർ എന്നർത്ഥം. അതിനപ്പുറം മഹർ ഒന്നുമല്ല. ഫത്തുൽ മുഈനിൽ മഹറിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗം, ഒരു വസ്തുവിൻ്റെ വില എന്ന നിലക്ക് സ്വീകാര്യമായിട്ടുള്ളവയെല്ലാം മഹർ എന്ന നിലക്കും സ്വീകാര്യം തന്നെ. അത് എത്ര തുച്ഛമായതായാലും വിരോധമില്ല. മഹറായി പറയുന്നത് ഗുഹ്യസ്ഥാനം അനുവദനീയമാകുന്നതിന് പകരമായി കൊടുക്കുന്നതാണ് എന്നതാണ് ഇതിനു കാരണം. അപ്പോൾ എന്താണ് മഹർ? പെണ്ണിൻ്റെ ഗുഹ്യസ്ഥാനം പുരുഷന് അനുവദനീയമായതിൻ്റെ പകരം അയാൾ അവൾക്ക് കൊടുക്കേണ്ട പണമാണ് അല്ലെങ്കിൽ ധനമാണ് മഹർ. അതുകൊണ്ട് വിലയുള്ള ഏതൊരു വസ്തുവും, മാർക്കറ്റിൽ കച്ചവടത്തിന് ഉപയോഗിക്കുന്ന വിലയുള്ള ഏതൊരു വസ്തുവും ഈ പെണ്ണിൻ്റെ ലൈംഗികാവയവത്തിൻ്റെ വിലയായിട്ട് കൊടുക്കാവുന്നതാണ്. അതാണ് മഹർ എന്നർത്ഥം.
ഇനി ഫത്വൽ മുഈനിനെ വേറൊരു വാചകം കൂടെ ഞാൻ വായിക്കാം. ഇത് മുഴുവൻ വായിക്കാൻ നമുക്ക് സമയമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊക്കെ റെഫർ ചെയ്യാം. ഇതൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്ന പുസ്തകങ്ങളാണ്. ഫത്വൽ മുഈനിൽ വിവാഹം, വിവാഹമോചനം, ലൈംഗിക സദാചാരം, ഇതുപോലെയുള്ള മഹർ, അടിമ സ്ത്രീകളെ ഭോഗിക്കുന്ന കാര്യം, ഇതെല്ലാം വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അടിമകളെ കച്ചവടം ചെയ്യുന്ന കാര്യം ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് വായിച്ചാൽ നിങ്ങളുടെ ഈമാൻ ഉറപ്പിക്കാൻ അത് വളരെയധികം ഉപകരിക്കും. വിശ്വാസികളോടാണ് ഞാൻ പറയുന്നത്. ഇനി ഇതിനകത്ത് എഴുതിയിരിക്കുന്നു, ശുബ്ഹത്തായ സംയോഗത്തിലെന്ന പോലെ ദുർബലപ്പെട്ട, അതായത് അസാധുവായ വിവാഹം വഴിക്ക് അസാധുവായ വാങ്ങൽ വഴിക്കോ നടത്തിയ സംയോഗത്തിലും തുല്യ മഹറിന് അവൻ നിർബന്ധിതനാകുന്നു. അവളുടെ ഗുഹ്യപ്രദേശത്തിൻ്റെ പ്രയോജനം പൂർണ്ണമായ നിലയിൽ അവൻ അനുഭവിച്ചതാണ് അതിനു കാരണം. ഒരാൾക്ക് അനുവദനീയമാണോ അല്ലേ എന്നറിയാതെ അല്ലെങ്കിൽ സംശയത്തോടു കൂടിയൊക്കെ ഒരാൾ ഒരു പെണ്ണുമായിട്ട് ബന്ധപ്പെടാം. അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഇതിനകത്ത്. അങ്ങനെയുള്ള ഏതോ കാറ്റഗറിയിൽപ്പെട്ട ഒരു സംയോഗ ബന്ധമാണ് ഇവിടെ പറയുന്നത്. ശുബ്ഹത്തായ സംയോഗത്തിൽ എന്ന പോലെ അസാധുവായ വിവാഹം വഴിക്കോ, അസാധുവായ വിവാഹം എന്ന് പറഞ്ഞാൽ പലതരത്തിലുണ്ട്. വിവാഹം നടന്നതിന് ശേഷം ഈ പെണ്ണ് വിവാഹം ചെയ്യാൻ യോഗ്യത ഇല്ലാത്തവളാണ് എന്ന് ബോധ്യപ്പെട്ടാൽ, അല്ലെങ്കിൽ വിവാഹം നിഷിദ്ധമായ കൂട്ടത്തിൽപ്പെട്ടവളാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അത് അസാധുവായ വിവാഹമാണ്. അങ്ങനെ പല എക്സാമ്പിളുകൾ വരുന്നുണ്ട്. അതൊക്കെ ഫിഖ് സുന്നയിലൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള പെണ്ണുമായിട്ടോ സംയോഗം നടന്നു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ അസാധുവായ വാങ്ങൽ വഴി, അതായത് ഒരു അടിമ പെണ്ണിനെ വാങ്ങി, പക്ഷേ കച്ചവടം ശരിയായ രീതിയിലല്ല നടന്നത്, എങ്കിലും വാങ്ങിക്കൊണ്ടുപോയ അടിമപ്പെണ്ണുമായിട്ട് സംയോഗം നടന്നു. അങ്ങനെയൊക്കെ സംയോഗം നടന്നാലും പ്രശ്നമൊന്നുമില്ല. മാർക്കറ്റ് റേറ്റ് അനുസരിച്ച്, അതാണ് തുല്യമായ മഹർ എന്ന് പറയുന്നത്. ആ പെണ്ണിന് സമാനമായി ആ സമൂഹത്തിൽ മറ്റൊരു പെണ്ണിന് എന്താണോ മൂല്യം കൽപ്പിക്കുന്നത് അതാണ് തുല്യമായ മഹർ. ആ പൈസ അവൾക്ക് കൊടുത്താൽ മതി. അത് കൊടുക്കാൻ അയാൾ നിർബന്ധിതനാണ് എന്നാണ്. ഇപ്പോൾ ഒരു അടിമയെ വാങ്ങിക്കൊണ്ടെന്നു, പക്ഷേ ആ കച്ചവടം അത്ര ശരിയല്ലായിരുന്നു. അതുപോലെ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊടുന്നു, പക്ഷേ ആ കല്യാണം അത്ര സാധുവായ കല്യാണമായിരുന്നില്ല. അതല്ലെങ്കിൽ അതൊന്നുമല്ലാതെ ഒരു സംയോഗം നടന്നു, ആ സംയോഗത്തിനും ഇതുപോലെ ഉപയോഗിച്ച പെണ്ണിൻ്റെ മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് മഹർ കൊടുക്കാൻ ഇയാൾ നിർബന്ധിതനാണ്. അതിൻ്റെയൊക്കെ കാരണം അവളുടെ ഗുഹ്യപ്രദേശത്തിൻ്റെ പ്രയോജനം പൂർണ്ണമായ നിലയിൽ അവൻ അനുഭവിച്ചതാണ് കാരണം. അതാണ് കാരണം, വേറെ ഒന്നുമല്ല. ഒരു പെണ്ണിൻ്റെ ലൈംഗിക അവയവങ്ങളെ ഒരു പുരുഷൻ അവൻ്റെ ലൈംഗിക ദാഹം തീർക്കാൻ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ആ പെണ്ണിൻ്റെ ലൈംഗിക അവയവത്തിൻ്റെ വാടക അല്ലെങ്കിൽ അതിൻ്റെ വില കൊടുത്തോളണം. അത് നിർബന്ധമാണ്. നമ്മളിപ്പോൾ വായിച്ച ഖുർആനായത്ത് ഓർമ്മ വേണം. അവിടെ നിർബന്ധം പറഞ്ഞിട്ടില്ല, അവിടെ ഇഷ്ടദാനമാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഇഷ്ടദാനം ഏത് കാറ്റഗറിയാണ് എന്നുള്ളതാണ് പിന്നെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞത്. ഇനി സംയോഗം ശുബ്ഹത്താണെന്ന് വ്യക്തമാവുന്ന പക്ഷം മഹർ പരിഗണനീയമാകുന്നതല്ല. സംയോഗത്തിന് മുമ്പായാലും വധൂവരന്മാരിൽ ഒരാൾ മരിച്ചു പോകുന്ന പക്ഷം മഹർ മുഴുവനും സ്ഥിരപ്പെടുന്നു. നബിയുടെ അനുചരന്മാർ ആ അഭിപ്രായത്തെ ഏകകണ്ഠമായി അനുകൂലിച്ചതാണ് ഇതിന് കാരണം. വരൻ്റെ ലിംഗാഗ്രം വധുവിൻ്റെ യോനിയിൽ പ്രവേശിക്കുന്ന പക്ഷം ജന്യാകർമ്മം നീങ്ങിയില്ലെങ്കിലും ശരി, തന്മൂലം മഹർ മുഴുവനും സ്ഥിരപ്പെടുന്നതാണ്. അപ്പോൾ ഒരു പെണ്ണിന് മഹർ മുഴുവൻ കിട്ടാനുള്ള യോഗ്യത എന്താണ്? ആ പെണ്ണിൻ്റെ കന്യാചർമ്മം മുറിയാൻ മാത്രമില്ലെങ്കിലും യോനിയിൽ ലിംഗത്തിൻ്റെ ഒരു അഗ്രമെങ്കിലും കയറിയാൽ ആ പെണ്ണിന് പിന്നെ മുഴുവൻ പൈസക്കും അവകാശമുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ വായിച്ച് വിശദീകരിക്കേണ്ടി വരുന്നു എന്നുള്ളത് നമ്മുടെ ഒരു ഗതികേടാണ്. പക്ഷേ എന്ത് ചെയ്യാം, ഒരു പടച്ചോൻ ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് ധാർമ്മിക ജീവിതം പഠിപ്പിക്കാൻ വേണ്ടി ഇറക്കിയ കിതാബുകളും കിതാബുകളുടെ വിശദീകരണങ്ങളും ആയതുകൊണ്ട് നമുക്ക് വായിക്കാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. ഇനി നമ്മൾ ഫത്വൽ മുഈൻ മാറ്റി വെച്ചിട്ട് ഞാൻ ഫിഖ് സുന്ന എടുക്കുകയാണ്. ഇത് IPH പബ്ലിഷ് ചെയ്തതാണ്, ജമാഅത്തുകാർ പബ്ലിഷ് ചെയ്തതാണ്. ഇത് 20-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഒരു കർമ്മശാസ്ത്ര ഗ്രന്ഥമാണ്. അതുകൊണ്ട് തന്നെ ഓരോ നൂറ്റാണ്ട് ഇങ്ങോട്ട് അടുക്കും തോറും കലർപ്പുകളും വെള്ളം ചേർക്കലുകളും പെയിൻ്റ് അടിക്കലും നന്നായിട്ട് നടന്നിട്ടുണ്ടാവും. ഇപ്പം 300-400 കൊല്ലം പഴക്കമുള്ളത് കൊണ്ടാണ് ഫത്വൽ മുഈനിൽ നമുക്ക് ഇപ്പോൾ ഈ വായിച്ചതൊക്കെ വായിക്കാൻ കഴിയുന്നത്. അതിനേക്കാളും പഴക്കമുള്ള കിതാബ് എടുക്കുകയാണെങ്കിൽ കാര്യങ്ങൾ അതിനേക്കാളും വൾഗറായിട്ട് നമുക്ക് വായിക്കാൻ കഴിയും. അതാണ് ഇസ്ലാമിൻ്റെ ഒരു ആധികാരികതയുടെ മാനദണ്ഡം. ഇസ്ലാമിൻ്റെ ഏത് കാര്യം നമ്മൾ പരിശോധിക്കുകയാണെങ്കിലും
നബി ജീവിച്ചിരുന്ന ആ കാലത്ത് പറഞ്ഞ കാര്യങ്ങൾ അതിനോട് തൊട്ടടുത്ത കാലത്ത് രേഖപ്പെടുത്തിയ കിതാബുകളിൽ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ആധികാരികമായിട്ട് ഇസ്ലാമിൻ്റെ രേഖയായിട്ട് നമ്മൾ എടുക്കേണ്ടത്. അത് കഴിഞ്ഞ് 200 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ ചരിത്രവും ഹദീസുകളും മറ്റ് തഫ്സീറുകളും ഒക്കെ എഴുതപ്പെടുന്നത്. അപ്പോൾ ആ 200 കൊല്ലത്തെ പഴക്കം കാരണം തന്നെ ഇതിനകത്ത് ഒരുപാട് കലർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇസ്ലാം ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും പടരുകയും അവിടുത്തെ സംസ്കാരങ്ങളുമായിട്ടൊക്കെ അലിഞ്ഞു ചേരുകയും അതുകൊണ്ട് തന്നെ ലോകത്തിലെ നാനാഭാഗത്തുമുള്ള മനുഷ്യരുടെ ധാർമ്മിക പുരോഗതിയുടെ സ്വാധീനം കുറേയൊക്കെ ഈ കിതാബുകൾ പഠിച്ച പണ്ഡിതന്മാരിലും സ്വാധീനിക്കുകയും അതിൻ്റെയൊക്കെ ഫലമായിട്ട് നബിയും കൂട്ടരും പറഞ്ഞതും ചെയ്തതുമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള കാര്യങ്ങൾ 200 കൊല്ലങ്ങൾക്ക് ശേഷം രേഖപ്പെടുത്തുമ്പോൾ കുറേയധികം വെള്ളം ചേർക്കേണ്ടതായിട്ടും കുറേയധികം മറച്ചു വെക്കേണ്ടതായി ഒളിപ്പിച്ച് വെക്കേണ്ടതായിട്ടും കുറേയധികം കൂട്ടിച്ചേർക്കേണ്ടതായിട്ടും ഒക്കെ വന്നിട്ടുണ്ട്. ആ പരിമിതികൾ ഇസ്ലാമിൻ്റെ എല്ലാ പ്രമാണങ്ങൾക്കും ഉണ്ട്. ഖുർആൻ്റെ തഫ്സീറുകൾക്കുണ്ട്, ഖുർആന് തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ഇതിനൊക്കെ അർത്ഥം കൊടുത്തെടുത്തൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. കാരണം ആ ഒരു കാലഘട്ടം കൊണ്ട് ലോകം മുഴുവൻ പരന്ന ഒരു മതമായതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മനുഷ്യൻ്റെ ധാർമ്മിക മുന്നേറ്റത്തിനനുസരിച്ച് പിന്നീട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഇതിനകത്ത് കണ്ടപ്പോൾ നമ്മുടെ മുത്തുനബി ചെയ്തതും പറഞ്ഞതുമാണ് ഇത് എന്നറിയാമെങ്കിൽ പോലും അത് പരമാവധി മറച്ചു വെക്കാനും വളച്ചൊടിക്കാനും അർത്ഥം മാറ്റാനും അന്നു തന്നെ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും പഴക്കമുള്ള തഫ്സീറുകളിലും പഴക്കമുള്ള ചരിത്ര ഗ്രന്ഥങ്ങളിലും പഴക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിലും പഴക്കമുള്ള വ്യാഖ്യാനങ്ങളിലും ഒക്കെ തന്നെയും കുറേയധികം വളച്ചൊടിക്കൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഖുർആൻ്റെ പല ആയത്തുകൾക്കും ശരിയായ അർത്ഥം എന്താണ് എന്ന് ഇന്നും നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഈ വായിച്ച 4-ാം അധ്യായത്തിലെ 4-ാം വാക്യത്തിൻ്റെയും ശരിയായ അർത്ഥം എന്താണ് എന്ന് ഇസ്ലാമിൻ്റെ ഏത് കിതാബ് എടുത്ത് നോക്കിയാലും നമുക്ക് വ്യക്തമാവില്ല. പക്ഷേ ഖുർആൻ്റെ ഘടനയും ഖുർആനിൽ തന്നെ മറ്റു പലയിടത്തും പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കുറേ സിദ്ധാന്തങ്ങളും എല്ലാം കൂടെ ചേർത്ത് വെച്ച് പരിശോധിക്കുമ്പോൾ സാധ്യതകൾ നമുക്ക് ഊഹിച്ചെടുക്കാൻ കഴിയും. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് വിവാഹ സമയത്ത് കൊടുക്കുന്ന വിവാഹ മൂല്യത്തിൻ്റെ കാര്യമല്ല ഇവിടെ സദക്ക എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒരു പെണ്ണുമായിട്ട് സുഖമനുഭവിച്ചതിന് ശേഷം ആ പെണ്ണിന് സന്തോഷപൂർവ്വം ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഏത് പെണ്ണുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടതിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത് എന്ന് ഖുർആൻ ആയത്തിൽ വ്യക്തമല്ല. എന്നാൽ പല സാധ്യതകളും പല ഭാഗത്തും ഖുർആനിൽ തന്നെ പറഞ്ഞതുമായി ബന്ധപ്പെടുത്തി പരിശോധിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താനും കഴിയും. ഈ പറഞ്ഞ പരിമിതികളൊക്കെ എല്ലാ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലും കാണാം. ഏറ്റവും ആധുനികമായി എഴുതപ്പെട്ട പുസ്തകങ്ങൾ എടുക്കുമ്പോൾ ഈ ചേർത്ത വെള്ളത്തിൻ്റെ അളവും കലക്കിയ പെയിൻറ്റിൻ്റെ അളവുമൊക്കെ വളരെ കൂടുതലായിരിക്കും. പുട്ടി ഒരുപാട് അടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഫിഖ് സുന്നയിൽ ഞാൻ വായിക്കുന്ന കാര്യങ്ങൾ പോലും യഥാർത്ഥ ഇസ്ലാമിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളുമാണ് എന്നാരും തെറ്റിദ്ധരിക്കേണ്ടതില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഫിഖ് സുന്നയിൽ ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഈ 4-ാം അധ്യായത്തിലെ 4-ാം വാക്യം ഉദ്ധരിച്ചുകൊണ്ട് അത് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: സ്ത്രീകൾക്ക് അവരുടെ വിവാഹമൂല്യം മനസ്സംതൃപ്തിയോടെ നൽകുക, എന്നാൽ അതിൽ വല്ലതും അവർ മനസ്സാ നിങ്ങൾക്ക് വിട്ടുതരുന്ന പക്ഷം നിങ്ങളത് സന്തോഷപൂർവ്വം സുഖമായി ഭക്ഷിച്ചുകൊള്ളുക. ഇതാണ് അതിന് അർത്ഥം കൊടുത്തിരിക്കുന്നത്. ഈ ആയത്തിന് വിവാഹമൂല്യം എന്നാണ് അവിടെ അർത്ഥം കൊടുത്തിട്ടുള്ളത്. അതായത് സ്ത്രീകൾക്ക് അവരുടെ നിശ്ചിത വിവാഹമൂല്യം തന്നെ നൽകുക, അതിന് മറ്റെന്തെങ്കിലും പകരമാക്കാവതല്ല. വിവാഹമൂല്യം കൈവശപ്പെടുത്തിയ ശേഷം ലജ്ജ കൊണ്ടോ നിർബന്ധം കൊണ്ടോ വഞ്ചന മൂലമോ അല്ലാതെ സ്വതന്ത്രമായി തൃപ്തിപ്പെട്ടുകൊണ്ട് അവർ വല്ലതും നിങ്ങൾക്ക് തന്നാൽ അത് സ്വീകരിക്കുന്നതിൽ തെറ്റും കുറ്റവുമില്ല. എന്നാൽ ലജ്ജ കൊണ്ടോ ഭയം കൊണ്ടോ വഞ്ചനയുടെ ഫലമായോ ആണ് ഭാര്യ വിവാഹമൂല്യത്തിൽ നിന്ന് വല്ലതും ഇളവ് ചെയ്യുന്നതെങ്കിൽ അത് സ്വീകരിക്കുന്നത് അനുവദനീയമല്ല. അള്ളാഹു പറയുന്നു, നിങ്ങൾ ഒരു ഭാര്യയുടെ സ്ഥാനത്ത് മറ്റൊരു ഭാര്യയെ സ്വീകരിക്കാൻ തന്നെ നിശ്ചയിച്ചാൽ ആദ്യ ഭാര്യയ്ക്ക് സമ്പത്തിൻ്റെ ഒരു കൂമ്പാരം തന്നെ നൽകിയിട്ടുണ്ടായിരുന്നുവെങ്കിലും അതിൽ നിന്ന് യാതൊന്നും തിരിച്ചു വാങ്ങാവുന്നതല്ല. ദുർന്യായങ്ങൾ ഉന്നയിച്ചും അക്രമമായി നിങ്ങളത് തിരിച്ചു വാങ്ങുകയോ നിങ്ങൾ പരസ്പരം അണഞ്ഞു ചേരുകയും അവർ നിങ്ങളിൽ നിന്ന് ബലിഷ്ഠമായ കരാർ വാങ്ങുകയും ചെയ്തു കഴിഞ്ഞിരിക്കെ നിങ്ങൾ എങ്ങനെ തിരിച്ചു വാങ്ങിക്കുന്നു? ഇത് ഈ അധ്യായത്തിൽ ഇനി നമ്മൾ വായിക്കാൻ പോകുന്ന 20-21 വാക്യങ്ങളിൽ വരുന്ന കാര്യമാണ് ഇപ്പോൾ ഈ വായിച്ചത്. സ്ത്രീക്കുള്ള നിർബന്ധമായ ഈ വിവാഹമൂല്യം പുരുഷൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് അവളെ സംതൃപ്തയും സന്തുഷ്ടയുമാക്കുന്നതാണ്. അള്ളാഹു പറയുന്നു, പുരുഷന്മാർ സ്ത്രീകളുടെ മേൽനോട്ടക്കാരാകുന്നു. അവരിൽ ഒരു വിഭാഗത്തേക്കാൾ മറുവിഭാഗത്തിന് അള്ളാഹു പ്രത്യേക യോഗ്യത നൽകിയതുകൊണ്ടും
പുരുഷന്മാർ അവരുടെ ധനം ചെലവഴിച്ചതുകൊണ്ടും മാത്രമാണ്. ഇത് സൂറത്ത് നിസായിലെ 34 വാക്യത്തിൻ്റെ അർത്ഥം. അതോടൊപ്പം വിവാഹമൂല്യം ബന്ധത്തെ ദൃഢമാക്കുകയും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും നിമിത്തമായി തീരുകയും ചെയ്യുന്നു. ഒരു പെണ്ണിനെ ലൈംഗികമായി ഉപയോഗിക്കുന്നതിന് അവൾക്ക് പൈസ കൊടുത്താൽ അത് അവിടെ സ്നേഹബന്ധവും ദൃഢമായ മനുഷ്യബന്ധമൊക്കെ രൂപപ്പെടും എന്ന് പറയുന്നത് അസംബന്ധം അല്ലാതെ മറ്റൊന്നുമല്ല. ഇനി മഹറിൻ്റെ അളവ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു സ്ത്രീക്ക് അവളുടെ ലൈംഗിക അവയവത്തിന് നിശ്ചയിക്കാവുന്ന വിലയുടെ അളവിനെക്കുറിച്ചാണ് ഇനി ഈ ഫിഖ്ഹു സുന്ന വിശദമായിട്ട് പറയുന്നത്. അപ്പോൾ ഒരു സ്ത്രീക്ക് അവളുടെ ചാരിത്രം എന്നൊക്കെ നമ്മൾ പറയുന്ന സാധനത്തിന്, ഒരു പെണ്ണിൻ്റെ ശരീരത്തിന്, ഒരു പെണ്ണിൻ്റെ ലൈംഗികതയ്ക്ക് എത്ര വില കൊടുക്കാം ഇസ്ലാമിക കർമ്മശാസ്ത്രം അനുസരിച്ച് എന്നാണ് നമ്മളിനി പരിശോധിക്കുന്നത്. വിവാഹമൂല്യത്തിൻ്റെ കൂടിയതോ കുറഞ്ഞതോ ആയ ഒരു പരിധിയും ശരീഅത്ത് നിശ്ചയിച്ചിട്ടില്ല. അപ്പോൾ മിനിമം മാക്സിമം ഒന്നും നിശ്ചയിച്ചിട്ടില്ല. കാരണം ക്ഷാമത്തിൻ്റെയും കാര്യത്തിൽ ജനങ്ങൾ വിവിധ തരക്കാരായിരിക്കും. കൂടാതെ ലുബ്ധിലും ഔദാര്യത്തിലും അവർ പരസ്പരം ഏറ്റക്കുറച്ചിലുള്ളവരുമായിരിക്കും. ഓരോ പ്രദേശത്തിനും അതിൻ്റേതായ സമ്പ്രദായങ്ങളും പാരമ്പര്യങ്ങളുമുണ്ട്. അതിനാൽ ഓരോരുത്തരും അവരവരുടെ കഴിവിനും അവസ്ഥയ്ക്കും കുടുംബ സമ്പ്രദായത്തിനും അനുസൃതമായ വിവാഹമൂല്യം നൽകുകയാണ് വേണ്ടത്. വിവാഹമൂല്യമായി നിശ്ചയിക്കപ്പെടുന്നത് വിലയുള്ള വസ്തുവായിരിക്കണം എന്ന് മാത്രമേ അതു സംബന്ധമായി വന്ന എല്ലാ മൗലിക നിർദ്ദേശങ്ങളും സൂചിപ്പിക്കുന്നുള്ളൂ. വിലയുടെ ഏറ്റക്കുറവ് പരിഗണിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഒരു ഇരുമ്പ് മോതിരമോ ഒരു കോപ്പ കാരക്കയോ അതല്ലെങ്കിൽ ഖുർആൻ പഠിപ്പിക്കലോ അതുപോലുള്ളതൊക്കെ ഇടപാടിലെ ഇരു കക്ഷികളും തൃപ്തിപ്പെടുകയാണെങ്കിൽ വിവാഹമൂല്യമായി നിശ്ചയിക്കാവുന്നതാണ്. അതിനുള്ള തെളിവുകൾ താഴെ പറയുന്നു. തെളിവായി ഇനി നമ്മൾ വായിക്കാൻ പോകുന്ന ഹദീസ് ഇതിന് മുമ്പത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് വായിച്ചിട്ടുള്ളതാണ്. എങ്കിലും ഞാനത് ഒന്നുകൂടെ വായിക്കാം. ആമിർ ബിൻ റബീഅയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നു, ഫിസാർ കുടുംബത്തിലെ ഒരു സ്ത്രീ ഒരു ജോഡി ചെരുപ്പ് വിവാഹമൂല്യം നിശ്ചയിച്ചുകൊണ്ട് വിവാഹം ചെയ്തു കൊടുക്കപ്പെട്ടിരുന്നു. നബി അവളോട് ചോദിച്ചു, 2 ചെരുപ്പുകൾക്ക് പകരം നിന്നെയും നിൻ്റെ ധനത്തെയും തൃപ്തിപ്പെട്ടുവോ? അവൾ പറഞ്ഞു, അതെ. അപ്പോൾ നബി അത് അനുവദിച്ചു. അപ്പോൾ ഒരു ജോഡി ചെരുപ്പിന് ഒരു പെണ്ണിനെ വാങ്ങാം. 2 സഹലുബിന് സഅദിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നു, നബിയുടെ സന്നിധിയിൽ ഒരു സ്ത്രീ വന്ന് ബോധിപ്പിച്ചു, ഓ അള്ളാഹുവിൻ്റെ ദൂതരെ, ഞാൻ എന്നെ അവിടത്തേക്ക് സമർപ്പിച്ചിരിക്കുന്നു. അവൾ ദീർഘനേരം അവിടെ നിന്നു. അപ്പോൾ സദസ്സിൽ നിന്നൊരാൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദൂതരെ, അവിടത്തേക്ക് ആവശ്യമില്ലെങ്കിൽ അവളെ എനിക്ക് വിവാഹം ചെയ്തു തരിക. നബി ചോദിച്ചു, അവൾക്ക് മഹർ നൽകാൻ നിൻ്റെ പക്കൽ എന്തെങ്കിലും ഉണ്ടോ? അയാൾ പറഞ്ഞു, എൻ്റെ ഈ ഒരു ഉടുമുണ്ടല്ലാതെ മറ്റൊന്നും എൻ്റെ കയ്യിലില്ല. നബി നിർദ്ദേശിച്ചു, നിൻ്റെ ഉടുമുണ്ട് അവൾക്ക് കൊടുത്താൽ നീ പിന്നെ മുണ്ടില്ലാതിരിക്കേണ്ടി വരുമല്ലോ, അതുകൊണ്ട് മറ്റെന്തെങ്കിലും അന്വേഷിക്കുക. അയാൾ ബോധിപ്പിച്ചു, ഞാൻ ഒന്നും കാണുന്നില്ല. അവിടുന്ന് വീണ്ടും നിർദ്ദേശിച്ചു, ഒരു ഇരുമ്പ് മോതിരമെങ്കിലും കിട്ടാനുണ്ടോ എന്ന് നോക്കുക. അയാൾ വീണ്ടും അന്വേഷിച്ചെങ്കിലും ഒന്നും ലഭിച്ചില്ല. അപ്പോൾ നബി ചോദിച്ചു, നീ ഖുർആൻ വല്ലതും പഠിച്ചിട്ടുണ്ടോ? അയാൾ പറഞ്ഞു, ഇന്ന സൂറത്തുകൾ പഠിച്ചിട്ടുണ്ട്. നബി പ്രസ്താവിച്ചു, നീ പഠിച്ച ഖുർആനിന് പകരമായി ഞാൻ നിങ്ങളെ ഇരുവരെയും വിവാഹിതരാക്കിയിരിക്കുന്നു. ഇത് ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. പെണ്ണുങ്ങൾ ശരീരം ദാനം ചെയ്യാൻ വന്ന കാര്യം കഴിഞ്ഞ അധ്യായത്തിൽ വിശദീകരിക്കുമ്പോൾ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്ത ഒരു ഹദീസാണ്. ഒരു പെണ്ണ് വന്നിട്ട് നബിയുടെ അടുത്ത് വന്നിട്ട്, ഞാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു. നബി തിരിഞ്ഞു നോക്കിയില്ല. കുറേ നേരം നാട്ടുകാരൊക്കെ മുഖത്തേക്ക് നോക്കിയിട്ടിരുന്നു. കാരണം ആ വന്ന പെണ്ണിനെ നബിക്ക് അപ്പോൾ ആവശ്യമുണ്ടായിരുന്നില്ല, മൂപ്പർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതിനെന്തെങ്കിലും കാരണമുണ്ടാവാം. അപ്പോൾ മൂപ്പരിങ്ങനെ നോക്കുന്നുണ്ടപ്പോൾ ആൾക്കൂട്ടത്തിലുള്ള ഒരാൾ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എനിക്ക് എന്നാളേന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ഒന്നുമില്ല പറഞ്ഞു. ഉടുത്ത മുണ്ട് മാത്രമേ ഉള്ളൂ എന്നാണ്. എന്നാൽ എന്തെങ്കിലും ഉണ്ടോ പോയി നോക്ക്. പോയി നോക്കിയിട്ടും ഒന്നുമില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഒരു ഇരുമ്പിൻ്റെ മോതിരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അതും ഇല്ല എന്ന് പറഞ്ഞു. ഇജ്ജ് ഖുർആൻ പഠിച്ചിരിക്കണമെന്ന് ചോദിച്ചാൽ, ഖുർആൻ ഞാൻ 1-2 സൂറത്തൊക്കെ പഠിച്ചിട്ടുണ്ട് പറഞ്ഞു. എന്നാൽ ഇജ്ജ് അതങ്ങോട്ട് ഓതിയാൽ മതി, അത് പഠിച്ചാൽ മതി, അനക്ക് ഞാൻ അവളെ കെട്ടിച്ചെന്നു എന്ന് പറഞ്ഞിട്ട് ആ പെണ്ണിനെ നബി അയാൾക്ക് നേരിട്ട് കെട്ടിച്ചു കൊടുത്തു എന്നാണ് പറഞ്ഞത്. എന്നെ നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഒരു അന്യ സ്ത്രീ വന്നിട്ട് ആ സ്ത്രീ ആ സദസ്സിൽ വെച്ചിട്ട് നബി വേറൊരാൾക്ക് ഒരു മഹറും ഇല്ലാതെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് ഒരു ഹദീസായിട്ട് നമ്മൾ വായിച്ചത്. ആ ഹദീസിനെയൊക്കെ പെറുക്കിയെടുത്തിട്ടാണ് മഹറിൻ്റെ വില നിശ്ചയിക്കുന്ന ശരീഅത്ത് നിയമങ്ങൾ കടഞ്ഞെടുത്തിട്ടുള്ളത്. ഇങ്ങനെയാണ് ശരീഅത്ത് നിയമങ്ങൾ ഉണ്ടാകുന്നത്. ഒരു കാര്യത്തിൽ എവിടൊക്കെ എന്തൊക്കെ ഹദീസുകളുണ്ടോ അതെല്ലാം പെറുക്കി കൂട്ടിയിട്ട്
അത് വായിച്ചു നോക്കിയിട്ട് അതിൽ നിന്നാണ് ചട്ടങ്ങളും നിയമങ്ങളും ഉണ്ടാക്കുന്നത്. ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങളും അതിനെ വിശദീകരിക്കുന്ന ഹദീസുകളും ആ വിഷയവുമായി ബന്ധപ്പെട്ട മറ്റ് ഹദീസുകളും ഒക്കെ പെറുക്കി കൂട്ടിയിട്ട് ഓരോ പണ്ഡിതന്മാരും അവരുടെ യുക്തിക്ക് തോന്നുന്ന കാര്യങ്ങൾ ചട്ടങ്ങളായിട്ടും നിയമങ്ങളായിട്ടും എഴുതി വെച്ചതാണ് ഇസ്ലാമിക ശരീഅത്ത്. അത് പലരും പല രീതിയിൽ എഴുതി വെച്ചതുകൊണ്ടാണ് ഷാഫി, ഹനഫി, മാലിക്കി എന്നൊക്കെ പറഞ്ഞിട്ട് മദ്ഹബുകളും അതുകൂടാതെ പലതരം സംഘടനകളും ഒക്കെ ഉണ്ടായി തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് ശരീഅത്ത് നിയമങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത് എന്നർത്ഥം. സഹീഹായി വന്ന വേറെ റിപ്പോർട്ടുകളിൽ നീ അവളെ ഖുർആൻ പഠിപ്പിക്കുക എന്നുകൂടിയുണ്ട്. അബൂ ഹുറൈറയിൽ നിന്നുള്ള റിപ്പോർട്ടിൽ പഠിപ്പിച്ചു കൊടുക്കേണ്ട സൂക്തങ്ങളുടെ എണ്ണം 20 നിശ്ചയിക്കപ്പെട്ടതായും കാണാം. അപ്പോൾ ചുരുങ്ങിയത് 20 ആയത്തുകളെങ്കിലും പഠിപ്പിച്ചു കൊടുക്കാൻ ഒരാൾക്ക് അറിവുണ്ടെങ്കിൽ ആ 20 ആയത്ത് പഠിപ്പിച്ചു കൊടുക്കൽ ആ പെണ്ണിൻ്റെ ശരീരത്തിൻ്റെ വിലയായിട്ട് കണക്കാക്കിയിട്ട് ആ പെണ്ണിനെ ഉപയോഗിക്കാം, ഭാര്യയായിട്ട് ഉപയോഗിക്കാം എന്നാണ് ഈ ദീൻ പഠിപ്പിക്കുന്നത്. 3. അനസിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നു, അബൂ തൽഹ ഉമ്മു സുലൈമിനെ വിവാഹാലോചന നടത്തിയപ്പോൾ അവർ പറഞ്ഞു, അള്ളാഹുവാണ്, നിങ്ങളെപ്പോലുള്ളവരുടെ വിവാഹാലോചന നിരസിക്കപ്പെടുകയില്ല. പക്ഷേ നിങ്ങൾ കാഫറും ഞാൻ മുസ്ലിമുമാണല്ലോ. നിങ്ങളെ വരിക്കുക എനിക്ക് അനുവദനീയമല്ല. നിങ്ങൾ മുസ്ലിം ആവുകയാണെങ്കിൽ അത് എൻ്റെ വിവാഹമൂല്യമായിരിക്കും, മറ്റൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല. അങ്ങനെ അതായി തീർന്നു അവരുടെ വിവാഹമൂല്യം. അപ്പോൾ ഒരു കാഫറായ പുരുഷനെ ഇസ്ലാം മതം സ്വീകരിപ്പിക്കുകയാണെങ്കിൽ അയാളുടെ ഇസ്ലാം സ്വീകരിക്കൽ മഹറായി കണക്കാക്കിക്കൊണ്ട് ഒരു പെണ്ണിന് വേണേൽ അയാളെ കല്യാണം കഴിക്കാം, പെണ്ണിനെ അയാൾക്ക് കെട്ടിച്ചു കൊടുക്കാം. മതം മാറുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് കല്യാണം കഴിക്കാം. നമ്മുടെ നാട്ടിൽ പക്ഷേ ഈ മഹർ ഒരു പ്രശ്നമല്ല. കാരണം നമ്മുടെ നാട്ടിൽ മഹറല്ല, ആണിന് അങ്ങോട്ടാണ് പൈസ കൊടുക്കുന്ന സമ്പ്രദായം. സ്ത്രീധനമാണ് ഇവിടെ പ്രബലമായിട്ടുള്ളത്. മഹർ പേരിന് ചടങ്ങിന് വേണ്ടി മാത്രം നടത്തുന്നൊരു സംഭവമാണ്. അതുകൊണ്ട് ഇവിടെ അതിനൊരു നിലയും വിലയില്ല. പക്ഷേ അറബ് നാടിൽ അങ്ങനെയല്ല. ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണമെങ്കിൽ, ഒരു പെണ്ണിനെ കിട്ടണമെങ്കിൽ നല്ല സംഖ്യ ചിലവാക്കണം. അപ്പോൾ അവിടെ അതൊരു വലിയ ഭാരമാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം. നല്ല സാമ്പത്തിക ശേഷിയുള്ളവർക്കേ അവിടെ പെണ്ണ് കെട്ടാൻ പറ്റുള്ളൂ. വലിയ സാമ്പത്തിക ശേഷിയുള്ളവർക്ക് അവിടെ ഇഷ്ടംപോലെ പെണ്ണ് കെട്ടാൻ പറ്റും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പെണ്ണ് കെട്ടി എങ്ങോട്ട് പൈസ കിട്ടുന്ന നാടാണ്. അതുകൊണ്ട് ഇവിടെ അത് പ്രശ്നമല്ല. എങ്കിലും മതം മാറിയാൽ കല്യാണം കഴിച്ചോളാം എന്ന് പറയുന്ന സമ്പ്രദായം ഇവിടെ ഉണ്ട്. അത് പെൺകുട്ടികളെ ആയാലും ആൺകുട്ടികളായാലും അങ്ങനെ മതം മാറ്റിച്ചിട്ട് അതിൻ്റെ പേരിൽ വേറെ സാമ്പത്തിക ഇടപാടൊന്നും ഇല്ലാതെ കല്യാണം കഴിച്ച ത്യാഗവര്യരായിട്ടുള്ള ദീനീ സ്നേഹികൾ നമ്മുടെ നാട്ടിൽ ഉണ്ട്. എത്രയും വില കുറഞ്ഞ വസ്തുക്കൾ വിവാഹമൂല്യമാക്കാവുന്നതാണ് എന്ന് ഈ ഹദീസുകൾ പഠിപ്പിക്കുന്നു. അപ്പോൾ 20 ഖുർആനായത്ത് പഠിപ്പിച്ചു കൊടുത്താൽ മതി, അത് മഹറായിട്ട് ഉപയോഗിക്കാം. വെറും ഒരു ജോഡി ചെരുപ്പ് കൊടുത്താൽ മതി, അത് മഹറായിട്ട് ഉപയോഗിക്കാം. ഇനി ഒരാൾ കാഫറായ ഒരാൾ ഇസ്ലാം മതം സ്വീകരിക്കുകയാണെങ്കിൽ ആ മതമാറ്റം ഒരു മഹറായിട്ട് സ്വീകരിക്കാം. അങ്ങനെ തുച്ഛമായ മൂല്യമുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ മഹറായിട്ട് വിവാഹമൂല്യമായിട്ട് സ്വീകരിക്കാം. എന്നാൽ ഏറ്റവും കുറഞ്ഞ മഹർ 10 ദിർഹമാണെന്ന് ഹനഫികളും 3 ദിർഹമാണെന്ന് മാലിക്കുകളും കണക്കാക്കിയിട്ടുണ്ട്. ആധികാരികമായ ഒരു തെളിവിനെ അവലംബിച്ചുകൊണ്ടുള്ള കണക്കാക്കലല്ല ഇത്. അപ്പോൾ ഒരു തെളിവും രേഖയൊന്നും ഇല്ലാതെ ചില മദ്ഹബുകൾ മിനിമോ മാക്സിമോ ഒക്കെ കണക്കാക്കിയിട്ടുണ്ട് എന്ന്. ഹാഫിസ് പറയുന്നു, ഏറ്റവും ചുരുങ്ങിയ മഹർ സംബന്ധിച്ച ചില ഹദീസുകൾ വന്നിട്ടുണ്ട്. അവയിലൊന്നും തന്നെ സ്ഥിരപ്പെട്ടതല്ല. നേരത്തെ പറഞ്ഞ ഹദീസുകളെ നിരൂപണം ചെയ്തുകൊണ്ട് ഇബ്നുൽ ഖയ്യിം പ്രസ്താവിക്കുന്നു, അബൂ തൽഹയുടെ ഇസ്ലാം ആശ്ലേഷത്തിലൂടെയും അദ്ദേഹം മുസ്ലിമാവുകയാണെങ്കിൽ തന്നെ അദ്ദേഹത്തിന് സമർപ്പിക്കുന്നതിലൂടെയും ലഭ്യമാകുന്ന പ്രയോജനം തന്നെയാണ് ഉമ്മു സുലൈം തിരഞ്ഞെടുത്തത്. ഭർത്താവിൽ നിന്ന് ലഭിക്കുന്ന ധനത്തേക്കാൾ അവരിഷ്ടപ്പെട്ടത് അതാണ്. മഹർ സ്ത്രീയുടെ അവകാശമായി നിശ്ചയിച്ചത് അത് അവൾക്ക് പ്രയോജനപ്പെടാൻ വേണ്ടി തന്നെയാണ്. വിജ്ഞാനവും ദീനും ഭർത്താവിൻ്റെ ഇസ്ലാം ആശ്ലേഷണവും ഖുർആൻ പാരായണവും അവൾ തൃപ്തിപ്പെടുകയാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠവും മഹത്തരവും ഫലപ്രദവുമായ വിവാഹമൂല്യമായി തീരുന്നു. പ്രസ്തുത ഇടപാടാകട്ടെ മഹറിൽ നിന്നും മുക്തമാകുന്നുമില്ല. മഹർ 3 ദിർഹമെന്നോ 10 ദിർഹമെന്നോ നിശ്ചയിക്കാനുള്ള വിധി പ്രമാണങ്ങളിൽ എവിടെയാണ് ഉള്ളത്? മഹർ ഇന്നതായിരിക്കണമെന്ന് ശരിയായി വിധിക്കാനുള്ള ഖിയാസ് നാം നേരത്തെ പറഞ്ഞതാണ്. പ്രമാണത്തിലും ന്യായാധികരണത്തിലും. എന്നാൽ നബിക്ക് സ്വയം സമർപ്പിച്ച ഒരു സ്ത്രീയുടെ കാര്യവും ഒരു സാധാരണ സ്ത്രീയുടെ കാര്യവും സമമല്ല. മറ്റു വിശ്വാസികളെ കൂടാതെ നബിക്ക് മാത്രമായി തന്നെ സമർപ്പിച്ചവളാണ് അവൾ. മഹറിൽ നിന്നും
വലിയിൽ നിന്ന് മോചിതയായി അവൾ തന്നെ സ്വയം അദ്ദേഹത്തിന് സംഭാവന ചെയ്യുകയായിരുന്നു. എന്നാൽ നമ്മുടെ പ്രശ്നം വ്യത്യസ്തമാണ്. വലിയും മഹറുമുള്ള വിവാഹമാണ് ഇത്. ധനമല്ലാത്തതും മഹർ ആകാമെങ്കിലും സ്ത്രീ തന്നെ ധനത്തിന് അതുമൂലം തനിക്കുണ്ടാകുന്ന പ്രയോജനത്തിന് ബദലായി നിശ്ചയിക്കുന്നു. തൻ്റെ കൈവശമുള്ള ഒരു വസ്തു സംഭാവന ചെയ്യുന്ന പോലെ കേവലം ഒരു സംഭാവനയായിട്ടല്ല അവൾ തന്നെ പുരുഷന് സമർപ്പിക്കുന്നത്. നബിക്ക് അള്ളാഹു പ്രത്യേകമായി നിശ്ചയിച്ച സ്വയം സമർപ്പണത്തിൻ്റെ അവസ്ഥയിൽ നിന്നും വ്യത്യസ്തമാണ് അവളുടെ അവസ്ഥ. ഇതാണ് ഈ ഹദീസുകളുടെ താല്പര്യം. ചില ഹദീസുകളുടെ കാര്യത്തിൽ ഭിന്നാഭിപ്രായമുണ്ട്. ചിലർ പറയുന്നു ധനം മാത്രമേ വിവാഹമൂല്യമാകൂ, മറ്റു പ്രയോജനങ്ങൾ ആയിക്കൂടാ. ഭർത്താവിൻ്റെ വിജ്ഞാനമോ അധ്യാപനമോ വിവാഹമൂല്യമാവുകയില്ല. അബു ഹനീഫയുടെ അഭിപ്രായം ഈ വാദത്തിന് ഉദാഹരണമാണ്. ഒരു റിപ്പോർട്ട് പ്രകാരം ഇമാം അഹ്മദും ഇതേ അഭിപ്രായക്കാരാണ്. അപ്പോൾ ഇത്രയും ചെറിയ കാര്യങ്ങളോ അല്ലെങ്കിൽ ധനമല്ലാത്ത കാര്യങ്ങളോ ഒന്നും മഹറായി സ്വീകരിച്ചു കൂടാ എന്ന അഭിപ്രായവും മദ്ഹബ് പണ്ഡിതന്മാർക്കുണ്ട്. അതൊക്കെ സ്വീകരിക്കാം എന്ന അഭിപ്രായവും മദ്ഹബ് പണ്ഡിതന്മാർക്കുണ്ട്. കാരണം നബിക്ക് ദാനം ചെയ്യാൻ വന്ന ഒരു സ്ത്രീയുടെ കാര്യത്തിൽ നബി എന്തെങ്കിലും കൊടുത്തിട്ട് പറഞ്ഞു വിടാൻ നോക്കി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഖുർആൻ പഠിപ്പിച്ചാലും മതി, ഖുർആനായത്തറിയും എങ്കിൽ അത് മതി എന്നൊക്കെ വെക്കാം. അത്രയും നിസ്സാരമായ കാര്യത്തിനും കല്യാണം കഴിക്കാമെന്നായി. അത് നബിക്ക് പ്രത്യേകമായിട്ടൊരു പെണ്ണ് ദാനം ചെയ്തപ്പോൾ ഉണ്ടായൊരു സംഭവമല്ലേ, അതെങ്ങനെ ജനറലൈസ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേറെ ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും ചുരുങ്ങിയത് ഇന്ന ധനം അതിനുപയോഗിക്കണം എന്ന ചട്ടങ്ങൾ വേറെ ഇമാമ പണ്ഡിതന്മാർ ഉണ്ടാക്കിയിട്ടുള്ളത്. വേറെ ചിലർ പറയുന്നു വിവാഹമൂല്യം 3 ദിർഹമിൽ കുറവായിക്കൂടാ. ഇമാം മാലിക് ഉദാഹരണം 10 ദിർഹമിൽ കുറഞ്ഞുകൂടാ എന്നാണ് അബു ഹനീഫയുടെ വീക്ഷണം. ഈ വിഷയത്തിൽ വേറെയും ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ പലതുമുണ്ട്. അതിനൊന്നിനും ഖുർആനിലോ ഹദീസിലോ ഇജ്മായിലോ ഖിയാസിലോ തെളിവില്ല. നാം സൂചിപ്പിച്ച ഹദീസുകൾ നബിക്ക് മാത്രം ബാധകമായതും ഇപ്പോൾ ദുർബലപ്പെട്ടതും ആണെന്നോ അതല്ലെങ്കിൽ മദീനവാസികളുടെ സമ്പ്രദായം അതിന് വിരുദ്ധമായിരുന്നു എന്നോ ആരെങ്കിലും വാദിച്ചാൽ അതൊരു തെളിവില്ലാത്ത വാദമാകുന്നു. അങ്ങനെ പോകുന്നു. ഇനി ഉമറിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു, അദ്ദേഹം മിമ്പറിൽ നിന്നുകൊണ്ട് 400 ദിർഹമിലധികം വിവാഹമൂല്യം വാങ്ങുന്നത് നിരോധിച്ചു. അനന്തരം അദ്ദേഹം താഴെ ഇറങ്ങിയപ്പോൾ ഒരു ഖുറൈശി വനിത അദ്ദേഹത്തോട് ചോദിച്ചു, അള്ളാഹു ഇങ്ങനെ പറയുന്നത് അങ്ങ് കേട്ടിട്ടില്ലേ? അവരിൽ ഒരുവൾക്ക് ധനത്തിൻ്റെ ഒരു കൂമ്പാരം തന്നെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിലും. ഉമർ പ്രവചിച്ചു, അള്ളാഹുവേ എനിക്ക് മാപ്പ് തരിക, എല്ലാവരും ഉമറിനേക്കാൾ അറിവുള്ളവരാണ്. പിന്നീട് അദ്ദേഹം തിരികെ മെമ്പറിൽ കയറിക്കൊണ്ട് പ്രസ്താവിച്ചു, വിവാഹമൂല്യം 400 ദിർഹമിൽ വർദ്ധിപ്പിക്കുന്നതിനെ ഞാൻ നിങ്ങൾക്ക് നിരോധിച്ചിരുന്നു. എന്നാൽ തൻ്റെ ധനത്തിൽ നിന്ന് ഓരോരുത്തർക്കും തങ്ങൾക്ക് ഇഷ്ടമുള്ളത് നൽകാവുന്നതാണ്. സഅദ് ബിൻ മർസൂം അബൂ യഅ്ലയും കുറ്റമറ്റ നിവേദന പരമ്പരയിലൂടെ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ഉമർ മഹറിന് ഒരു മാക്സിമം എമൗണ്ട് നിശ്ചയിച്ചു, അതിൽ കൂടുതൽ കൊടുക്കാൻ പാടില്ല എന്ന് ഉത്തരവ് പുറപ്പെടുവിച്ചു. അപ്പോഴാണ് ഖുർആനിൽ ഇങ്ങനെ നിങ്ങളൊരു കുന്നോളം മഹർ കൊടുത്തിട്ടുണ്ടെങ്കിലും എന്നൊരു പ്രയോഗം ഇപ്പം മുമ്പ് നമ്മൾ വായിച്ചൊരു ആയത്തിലും നമ്മൾ കണ്ടത്. അപ്പോൾ ഒരു സ്ത്രീ അത് ചൂണ്ടിക്കാണിച്ചു, അങ്ങനെ ഉണ്ടല്ലോ ഖുർആനിൽ എന്ന്. അപ്പോൾ ഉമർ പറഞ്ഞു, എന്നെക്കാളും വിവരം ഇങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും മിമ്പർമ കയറിയിട്ട് ആദ്യം പറഞ്ഞത് ക്യാൻസലാക്കി എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി മഹർ അഡ്വാൻസായി നൽകുന്നതിനെ കുറിച്ച് പറഞ്ഞൊരു ഭാഗം. ആയിഷ പറയുന്നു, ഒരു സ്ത്രീയെ അവളുടെ ഭർത്താവ് അവൾക്ക് എന്തെങ്കിലും നൽകുന്നതിന് മുമ്പ് അയാളുടെ മണിയറയിൽ പ്രവേശിപ്പിച്ചു കൊടുക്കുവാൻ റസൂൽ എന്നോട് കൽപ്പിച്ചു. ഇതൊരു ഹദീസാണ്. മഹറിൽ നിന്ന് ഒരംശം നൽകുന്നതിന് മുമ്പ് തന്നെ ദമ്പതികൾ മണിയറയിൽ പ്രവേശിക്കുന്നത് അനുവദനീയമാണെന്നാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് മധുവിധു ആഘോഷിക്കുമ്പോൾ അഡ്വാൻസായിട്ട് പൈസ കൊടുത്തോളണമെന്നില്ല എന്നതിൻ്റെ തെളിവ് അങ്ങനെ കൊടുക്കാത്ത പെണ്ണിനെ മണിയറയിൽ കയറ്റാൻ ആയിഷയോട് നബി ഒരിക്കൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഒരു ഹദീസിൽ ആയിഷ പറഞ്ഞു. അത് വെച്ചിട്ടാണ് അങ്ങനെയും ആവാം, പൈസ കൊടുക്കാതെയും ആവാം എന്ന നിയമം കടഞ്ഞെടുത്തത്. ഇബ്നു ഹസം പറയുന്നു, നിർണിതമായ വിവാഹമൂല്യം നിശ്ചയിച്ചുകൊണ്ടോ നിശ്ചയിക്കാതെയോ ഒരുവൻ വിവാഹം ചെയ്താൽ അവൻ്റെ ഭാര്യ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അവന് അവളെ പ്രാപിക്കുവാൻ അവകാശമുണ്ട്. മാരിറ്റൽ റേപ്പ് ഹലാലാണ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ മലയാളം. കല്യാണം കഴിച്ചു കൊണ്ടെന്നു മഹർ കൊടുത്തിട്ടില്ല, മഹർ കിട്ടാതെ തനിക്ക് ബന്ധപ്പെടാൻ സമ്മതമില്ല എന്ന നിലപാട് പെണ്ണ് സ്വീകരിച്ചാലും ആ പെണ്ണിനെ പിടിച്ച് ഭോഗിക്കാൻ അയാൾക്ക് അവകാശമുണ്ട് എന്ന്. ബലമായി തന്നെ അവളെ ഉപയോഗിക്കാൻ അയാൾക്ക് അവകാശമുണ്ട്, ബലാത്സംഗം ചെയ്യാൻ അവകാശമുണ്ട്. സമ്മതമില്ലാതെ ബന്ധപ്പെടുക എന്ന് പറഞ്ഞാൽ ബലാത്സംഗമാണ്. അതിനുള്ള അർഹത അയാൾക്കുണ്ട് എന്നാണ് ദീൻ പഠിപ്പിക്കുന്നത്. ഇനി അവൻ അവൾക്ക് എന്തെങ്കിലും മഹറായി നിശ്ചയിച്ചു കഴിഞ്ഞാൽ
സർവ്വസാധാരണമായ മഹർ നൽകണം. പക്ഷേ ഇരുവരും തൃപ്തിപ്പെടുകയാണെങ്കിൽ അതിൽ കൂട്ടുകയും കുറക്കുകയും ചെയ്യാം. അബൂ ഹനീഫ പറഞ്ഞു, അവൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അവളെ പ്രാപിക്കാൻ അവൻ അവകാശമുണ്ട്. മഹർ അവധി നിശ്ചയിക്കപ്പെട്ടതാണെങ്കിൽ അവൾ തൃപ്തിപ്പെട്ടാണല്ലോ ആ അവധി നിശ്ചയം. അത് അവൻ്റെ അവകാശത്തെ അസാധുവാക്കുകയില്ല. ഇനി മഹർ മുഴുവനായോ ഭാഗികമായോ നേരത്തെ നൽകണമെന്ന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ടെങ്കിൽ വ്യവസ്ഥ പ്രകാരം അത് നേരത്തെ നൽകുന്നതുവരെ അവളെ പ്രാപിക്കുന്നത് അനുവദനീയമല്ല. നേരത്തെ നൽകാതിരുന്നാൽ മഹർ ലഭിക്കുന്നതുവരെ അവൾക്ക് അവന് വിധേയമാകാതിരിക്കാം. അപ്പോൾ വ്യവസ്ഥയിൽ അങ്ങനെ ഉണ്ടെങ്കിൽ, മഹർ തന്നിട്ടേ ബന്ധപ്പെടൂ എന്ന വ്യവസ്ഥ ഉണ്ടെങ്കിൽ പിന്നെ അവന് അതിനുള്ള അർഹതയില്ല. അങ്ങനെ വ്യവസ്ഥ ഇല്ലെങ്കിൽ, അഡ്വാൻസ് കൊടുത്തിട്ടില്ലെങ്കിലും അർഹതയുണ്ട്. ഇബ്നുൽ മുൻദിർ പ്രസ്താവിച്ചു, പണ്ഡിതന്മാരിൽ നിന്ന് നാം പഠിച്ചിട്ടുള്ള എല്ലാവരും ഭാര്യയ്ക്ക് അവളുടെ മഹർ നൽകുന്നത് വരെ ഭർത്താവിന് അവളെ പ്രാപിക്കുവാൻ അവകാശമില്ലെന്ന കാര്യത്തിൽ ഏകോപിച്ചിരിക്കുന്നു. ഇതുവരെ പറഞ്ഞതിന് നേരെ വിരുദ്ധ അഭിപ്രായം പണ്ഡിതന്മാർക്കുണ്ട്. ഈ അഭിപ്രായത്തെ നിരൂപണം ചെയ്തുകൊണ്ട് മുഹല്ലയുടെ കർത്താവ് പറയുന്നു, അവളെ സംബന്ധിച്ച് ഭർത്താവ് വിവാഹ ഉടമ്പടി ചെയ്തതു മുതൽ അവൾ അയാളുടെ ഭാര്യയാണെന്ന കാര്യത്തിൽ മുസ്ലിങ്ങളിൽ ആർക്കും അഭിപ്രായാന്തരമില്ല. അതുകൊണ്ട് അവൻ അവൾക്കും അവൾ അവനും അനുവദനീയരാകുന്നു. വിവാഹമൂല്യമോ മറ്റു വല്ലതുമോ നൽകുന്നത് വരെ ആരെങ്കിലും അവളെ അവനിൽ നിന്ന് തടയുകയാണെങ്കിൽ അവർ അള്ളാഹുവിൽ നിന്നോ റസൂലിൽ നിന്നോ ഉള്ള പ്രമാണമില്ലാതെ ആ ദമ്പതികൾക്കിടയിൽ പ്രതിബന്ധം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ യാഥാർത്ഥ്യം നാം പറഞ്ഞതാണ്. അയാൾക്ക് അവളിലുള്ള അവകാശം തടയാതിരിക്കുക, അവൾക്ക് അയാളിൽ നിന്ന് മഹർ ലഭിക്കാനുള്ള അവകാശവും തടയാതിരിക്കുക. അവൾ ഇഷ്ടപ്പെടട്ടെ ഇല്ലാതിരിക്കട്ടെ, അവളെ പ്രാപിക്കുവാൻ അയാൾക്ക് അവകാശമുണ്ട്. അയാൾ ഇഷ്ടപ്പെടട്ടെ ഇല്ലാതിരിക്കട്ടെ, അയാളുടെ ആസ്തിയിൽ നിന്ന് തൻ്റെ മഹർ പിടിച്ചെടുക്കുവാൻ അവൾക്കും അവകാശമുണ്ട്. ഓരോരുത്തർക്കും അവരവരുടെ അവകാശങ്ങൾ നൽകുക എന്ന പഴമൊഴി നബി ശരിവെച്ചിട്ടുണ്ടെന്ന് സഹീഹായി ഉദ്ധരിക്കപ്പെടുന്നു. ദാമ്പത്യത്തിൽ ഒരു പുരുഷൻ്റെ അവകാശം പെണ്ണിൻ്റെ ശരീരം ലൈംഗികമായി ഉപയോഗിക്കുക എന്നതാണ്. സ്ത്രീയുടെ അവകാശം അതിൻ്റെ കാശ് വാങ്ങുക എന്നുള്ളതാണ്. അല്ലാതെ ലൈംഗികത എന്നത് ഒരു മ്യൂച്വൽ എൻജോയ്മെൻ്റാണ് എന്ന, സ്ത്രീയും പുരുഷനും തുല്യരായ രണ്ട് മനുഷ്യരാണ് എന്ന സങ്കല്പത്തിൻ്റെ നാലയലത്ത് പോലും അള്ളാഹുവിൻ്റെ മതം എത്തിയിട്ടില്ല. കാരണം അള്ളാഹു ജീവിച്ചത് 6-ാം നൂറ്റാണ്ടിലെ അറേബ്യയിലെ ഒരു കാട്ടറബി ഗോത്ര സമൂഹത്തിലാണ്. ആ സമൂഹത്തിൻ്റെ ധാർമ്മികതയിൽ സ്ത്രീ മനുഷ്യരായി വളർന്നിരുന്നില്ല. സ്ത്രീ വെറും ലൈംഗിക ഉപകരണം മാത്രമായിരുന്നു. പൈസ കൊടുത്ത് വിലക്ക് വാങ്ങിയോ വാടകയ്ക്കെടുത്തോ പുരുഷൻ ഉപയോഗിക്കാവുന്ന ഒരു ലൈംഗിക ശരീരം എന്നതിനപ്പുറം ഒരു വ്യക്തിയെന്നോ ഒരു മനുഷ്യനെന്നോ ഉള്ള യാതൊരു അവകാശവും സ്ത്രീകൾക്ക് കൽപ്പിക്കപ്പെട്ടിരുന്നില്ല. അതതുപോലെ പെറുക്കിയെടുത്ത് വെളിപാടുകളായിട്ടും ഹദീസുകളായിട്ടും ഒരു മതം ഉണ്ടാക്കി വെച്ചു പ്രപഞ്ചസൃഷ്ടാവായ പടച്ചോൻ. ഇനി ഒരു പുരുഷൻ ഒരു സ്ത്രീക്ക് മഹർ കൊടുക്കൽ നിർബന്ധമാകുന്ന സന്ദർഭങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിവരിക്കുന്ന ഭാഗമാണ്. മുഴുവനൊന്നും വായിക്കുന്നില്ല, ചില സാമ്പിളുകൾ മാത്രം വായിച്ചു പോകാം. അബൂ ഹനീഫ ഉദ്ധരിക്കുന്നു, അവൻ അവളോടൊപ്പം തനിച്ചായാൽ അവൾ നിശ്ചിത വിവാഹമൂല്യത്തിന് അർഹയായിത്തീരുന്നു. ഈ പെണ്ണും ചെറുക്കനും കുറച്ചു നേരം തനിച്ചിരുന്നാൽ മതി, അവന് മഹർ കൊടുക്കാൻ നിർബന്ധിതനാകും. മറ്റുള്ളവരുടെ ദൃഷ്ടികൾ പതിക്കുന്നതിൽ നിന്ന് സുരക്ഷിതമായ ഒരിടത്ത് ദമ്പതികൾ രണ്ടുപേരും തനിച്ച് ബന്ധപ്പെട്ടതുകൊണ്ടും അവർക്കിരുവർക്കും നിയമപരമായ പ്രതിബന്ധമൊന്നും ഇല്ലാതിരുന്നതുകൊണ്ടും അത്രേ അത്. ദമ്പതികളിൽ ഒരാൾക്ക് നോമ്പുണ്ടായിരിക്കുകയോ ആർത്തവം ഉണ്ടായിരിക്കുകയോ ചെയ്യുകയാണ് നിയമപരമായ പ്രതിബന്ധത്തിന് ഉദാഹരണം. ശാരീരികമോ മാനസികമോ ആയ തടസ്സവും ഉണ്ടാകാവതല്ല. സംഭോഗം അസാധ്യമാം വിധത്തിലുള്ള രോഗം ശാരീരിക പ്രതിബന്ധത്തിനും ദമ്പതികളുടെ കൂടെ മൂന്നാമതൊരാളുടെ സാന്നിധ്യം മാനസിക പ്രതിബന്ധത്തിനും ഉദാഹരണമാകുന്നു. സായിദ് ബിൻ അബൂ ഔഫയിൽ നിന്ന് അബൂ ഉബൈദ ഉദ്ധരിച്ച ഒരു റിപ്പോർട്ടാണ് അബൂ ഹനീഫയുടെ ഈ അഭിപ്രായത്തിന് തെളിവ്. വാതിലടക്കുകയും കർട്ടൻ താഴ്ത്തുകയും ചെയ്തു കഴിഞ്ഞാൽ വിവാഹമൂല്യം നിർബന്ധമായി എന്ന് സച്ചരിതരായ ഖുലഫാഉ റാഷിദുകൾ വിധിച്ചിരിക്കുന്നു. ഷട്ടർ താഴ്ത്തി വാതിലടക്കുക ചെയ്ത ഒരു മുറിയിൽ ഇരുന്നാൽ മതി, മഹർ നിർബന്ധമാണ്. അതിൻ്റെ അപ്പുറമൊന്നും നടന്നിട്ടില്ലെങ്കിലും മഹർ കൊടുക്കണം. നാഫി ബിൻ ജുബൈർ പ്രസ്താവിച്ചതായി വക്കീ ഉദ്ധരിക്കുന്നു, കർട്ടൻ താഴ്ത്തുകയും കതകടക്കുകയും ചെയ്താൽ വിവാഹമൂല്യം നിർബന്ധമായി എന്ന് നബിയുടെ സഹാബികൾ പറയാറുണ്ടായിരുന്നു. അർഹതയ്ക്ക് നിദാനമായ സമർപ്പണം അവളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതിനാൽ അവൻ്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട അതിൻ്റെ ബദലും സ്ഥിരപ്പെട്ടു എന്നാണ് അബൂ ഹനീഫയുടെ മറ്റൊരു ന്യായം. എന്നാൽ ഷാഫി, മാലിക്, ദാവൂദ് തുടങ്ങിയവർ ഇതിനെ എതിർത്തിരുന്നു. അവർ പറഞ്ഞു, സംഭോഗമുണ്ടായാൽ അല്ലാതെ മുഴുവൻ മഹറും സ്ഥിരപ്പെടുകയില്ല. ശരിയായ തനിച്ചാവൽ മൂലം പകുതി മഹറിന് മാത്രമേ അർഹത സിദ്ധിക്കൂ. ഈ ഖുർആൻ സൂക്തമാണ് അതിന് തെളിവ്. വിവാഹമൂല്യം നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കെ നിങ്ങൾ അവരെ സ്പർശിക്കുന്നതിന് മുമ്പ് വിവാഹമോചനം ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ നിശ്ചയിച്ചതിൽ പകുതി കൊടുക്കേണ്ടതാണ്. ഇത് നമ്മൾ അൽ ബഖറയിൽ
ചർച്ച ചെയ്ത ആയത്താണ്. അപ്പോൾ ഇവിടെ രണ്ടഭിപ്രായം വന്നു. ഒന്ന്, വാതിലടച്ചിരുന്നാൽ മതി, മഹർ നിർബന്ധമായി. വാതിലടച്ചുകൊണ്ട് കാര്യമില്ല, ബന്ധപ്പെടണം, എങ്കിലേ മഹർ നിർബന്ധമാവുള്ളൂ. അത് എത്രത്തോളം ബന്ധപ്പെടണം എന്നുള്ളതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ നേരത്തെ ഫത്വയിൽ മുഈനിൽ വായിച്ചു. യഥാർത്ഥ സംഭോഗമാകുന്ന പരസ്പര സ്പർശം നടക്കുന്നതിന് മുമ്പ് വിവാഹമോചനം ചെയ്താൽ നിശ്ചിത വിവാഹമൂല്യത്തിൻ്റെ പകുതിയാണ് നിർബന്ധമായിട്ടുള്ളത്. ദമ്പതികൾ തനിച്ചാവുന്ന അവസ്ഥയിൽ ഈ സ്പർശം നടന്നിട്ടില്ലെങ്കിൽ മുഴുവൻ മഹറും നിർബന്ധമില്ല. അപ്പോൾ അത്യാവശ്യം ഒന്ന് വാതിലടച്ച് ഇരുന്നിട്ടൊക്കെ ഉള്ളൂ എങ്കിൽ പകുതി കൊടുക്കണം. ഷുറൈഹ് പ്രസ്താവിക്കുന്നു, അള്ളാഹു തൻ്റെ ഗ്രന്ഥത്തിൽ കതകും കർട്ടനും പറയുന്നതും ഞാൻ കേട്ടിട്ടില്ല. ഒരുവൻ തൻ്റെ വധുവിനെ സ്പർശിച്ചിട്ടില്ലെന്ന് വാദിച്ചാൽ പകുതി വിവാഹമൂല്യത്തിനെ അവൻ ബാധ്യസ്ഥനാകൂ. ഇബ്നു അബ്ബാസിൽ നിന്ന് സയ്യിദ് ഇബ്നു മൻസൂർ ഉദ്ധരിക്കുന്നു, തൻ്റെ ഭാര്യയുമായി മണിയറയിൽ പ്രവേശിക്കുകയും അവളെ പിന്നീട് വിവാഹമോചനം ചെയ്യുകയും താൻ അവളെ സ്പർശിച്ചിട്ടില്ലെന്ന് വാദിക്കുകയും ചെയ്ത ഒരാളെക്കുറിച്ച് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞിരുന്നു, അവന് പകുതി വിവാഹമൂല്യം നൽകാനേ ബാധ്യതയുള്ളൂ. അബ്ദുർ റസാഖ് അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്, അവളെ അനുഭവിക്കുന്നതുവരെ മുഴുവൻ വിവാഹമൂല്യവും നൽകാൻ അയാൾക്ക് നിർബന്ധമില്ല. ഇനി അസാധുവായ വിവാഹത്തിൽ ഒരാൾ സ്ത്രീയുമായി വിവാഹ ഉടമ്പടി ചെയ്തു അവളുമായി സഹശയനം നടത്തിയ ശേഷം ഏതോ കാരണത്താൽ തങ്ങളുടെ വിവാഹം അസാധുവാണെന്ന് തെളിഞ്ഞുവെന്ന് വെക്കുക. എങ്കിൽ നിശ്ചിത വിവാഹമൂല്യം മുഴുവൻ നൽകാൻ വരൻ ബാധ്യസ്ഥനാകുന്നു. അബൂ ദാവൂദ് ഉദ്ധരിച്ച ഒരു ഹദീസാണ് അതിന് തെളിവ്. ഖസ്റത്ത് ബിനു അഖ്സം ഒരു കന്യകയെ വിവാഹം ചെയ്തു. അദ്ദേഹം അവളുമായി സഹശയനം നടത്തി. അപ്പോഴാണ് അവൾ ഗർഭിണിയാണെന്നറിഞ്ഞത്. അദ്ദേഹം നബിയുടെ മുമ്പിൽ സംഗതി ബോധിപ്പിച്ചു. അവിടുന്ന് അരുളി, അവളെ അനുഭവിച്ചതുകൊണ്ട് അവൾ വിവാഹമൂല്യത്തിന് അർഹയാകുന്നു. അവിടുന്ന് അവരുടെ ബന്ധം വേർപെടുത്തുകയും ചെയ്തു. അപ്പോൾ ഒരു സ്ത്രീ വിവാഹം ചെയ്തു വന്നു, അവളുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷമാണ് അവൾ ഗർഭിണി ആയിരുന്നു എന്നറിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എന്താണ് വിധി? ആ വിവാഹം അതോടുകൂടി വേർപെടുത്തണം, പക്ഷേ എടുത്ത പണീൻ്റെ കൂലി കൊടുക്കണം. വിവാഹാനന്തരം വധു വ്യഭിചാരം മൂലം ഗർഭിണിയാണെന്ന് തെളിഞ്ഞാൽ ആ വിവാഹം നിഷിദ്ധവും അസാധുവുമാണെന്നും അതോടൊപ്പം അത്തരം വിവാഹങ്ങളിലും നിശ്ചിത വിവാഹമൂല്യം നൽകൽ നിർബന്ധമാണെന്നും ഈ ഹദീസ് പഠിപ്പിക്കുന്നു. വിവാഹമൂല്യമല്ല ഇതൊക്കെ പണിക്കൂലിയാണ്. മഹർ പറയാതെയുള്ള വിവാഹം, മഹർ പറയാതെ വിവാഹം ചെയ്യുകയും വരൻ താൻ മഹർ നൽകാൻ ബാധ്യസ്ഥനല്ല എന്ന് വ്യവസ്ഥ ചെയ്യുകയും ചെയ്താലോ ആ വിവാഹം സാധുവല്ല എന്നാണ് ഒരഭിപ്രായം. മാലിക്കികളും ഇബ്നു ഹസമുമാണ് ആ അഭിപ്രായക്കാർ. ഇബ്നു ഹസം പറയുന്നു, മഹർ ഇല്ല എന്ന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിവാഹം ദുർബലപ്പെടുത്തേണ്ടതാകുന്നു. കാരണം നബി അരുളിയിരിക്കുന്നു, അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിലില്ലാത്ത എല്ലാ ഉപാധികളും നിഷിദ്ധങ്ങളാകുന്നു. ഈ ഉപാധി ദൈവഗ്രന്ഥത്തിലില്ല, അതുകൊണ്ട് നിഷിദ്ധമാണ് എന്നല്ല, ഈ ഉപാധിയെ നിഷിദ്ധമാക്കിയതായാണ് ദൈവിക ഗ്രന്ഥത്തിലുള്ളത്. അള്ളാഹു പറയുന്നു, സ്ത്രീകൾക്ക് അവരുടെ വിവാഹമൂല്യം നിങ്ങൾ മനസ്സംതൃപ്തിയോടെ നൽകുക. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ഖുർആൻ വാക്യം. അതിനാൽ അത് നിഷിദ്ധം തന്നെ. ശരിയല്ലാത്തതിനെ ശരിയാക്കുന്നതിലൂടെ മാത്രമേ പറയപ്പെട്ട നിക്കാഹിൻ്റെ സാധുത സ്ഥിരപ്പെടൂ. ആ നിലക്ക് അത് അസാധുവായ നിക്കാഹാകുന്നു. അത് അനുവദനീയമാണ് എന്നത്രേ ഹനഫികൾ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. കാരണം വിവാഹ ഉടമ്പടിയിൽ മഹർ ഒരു അനിവാര്യ ഘടകമോ ഉപാധിയോ അല്ല. അപ്പോൾ മഹറില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ കല്യാണം അസാധുവാണെന്ന് ചില മദ്ഹബുകൾ, അങ്ങനെയാണെങ്കിലും ആ വിവാഹം സാധുവാണ് എന്ന് വേറെ ചില മദ്ഹബുകൾ. നോക്കുക, നിങ്ങൾ ഒരു പഠിച്ചുണ്ടാക്കിയ ഒരു മതത്തിൽ നിയമങ്ങൾ കടഞ്ഞുണ്ടാക്കിയപ്പോൾ ഉണ്ടായ വൈരുദ്ധ്യങ്ങളാണ് ഇതൊക്കെ. കാരണം ഒരു കാര്യം പഠിച്ചോ മര്യാദക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല, നബി മര്യാദക്ക് വിശദീകരിച്ചിട്ടുമില്ല, പറഞ്ഞു കൊടുത്തിട്ടുമില്ല. എന്ന് മാത്രമല്ല, നബി പരസ്പര വിരുദ്ധമായ പല കാര്യങ്ങളും പല സന്ദർഭങ്ങളിലും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുമുണ്ട്. അതെല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം കൂടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പണ്ഡിതന്മാർക്ക് ഒരു തീരുമാനവും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഓരോരുത്തരും അവരവർക്ക് തോന്നിയതുപോലെ ചട്ടങ്ങളും നിയമങ്ങളും ഉണ്ടാക്കി വെച്ചു. അങ്ങനെ പരസ്പര വിരുദ്ധമായ നിയമങ്ങളുമായിട്ട് ഇസ്ലാം ഒരുപാട് കഷ്ണങ്ങളായിട്ട് വേർപിരിഞ്ഞു. ഇനി ന്യായമായ വിവാഹമൂല്യം, ന്യായമായ മഹർ എന്താ നോക്കുക. സ്ത്രീ യഥാർത്ഥത്തിൽ അർഹിക്കുന്ന വിവാഹമൂല്യമാണ് ന്യായമായ വിവാഹമൂല്യം. ഇടപാട് നടക്കുന്ന സന്ദർഭം, സൗന്ദര്യം, ധനം, ബുദ്ധി, ദീൻ, കന്യകാത്വം, വൈദഗ്ധ്യം, നാട് തുടങ്ങിയ കാര്യങ്ങളിൽ അവൾക്ക് തുല്യമായ സ്ത്രീക്ക് ലഭിക്കുന്ന മിതമായ വിവാഹമൂല്യമാണ് അത്. കുട്ടിയുണ്ടായിരിക്കുക, ഇല്ലാതിരിക്കുക തുടങ്ങിയവ വിവാഹമൂല്യം വ്യത്യാസപ്പെടാൻ കാരണമാകുന്നു. മറ്റു കാര്യങ്ങളിലും അവൾ തന്നെപ്പോലുള്ളവരോട് സദൃശ്യയായിരിക്കണം. കാരണം ഇത്തരം ഗുണങ്ങളിലുള്ള വ്യത്യാസം സാധാരണഗതിയിൽ മഹറിൻ്റെ മൂല്യത്തെ വ്യത്യാസപ്പെടുത്തുന്നുണ്ട്. ഒട്ടകത്തിനൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ ആ ഒട്ടകത്തിൻ്റെ വില നിശ്ചയിക്കുന്നത് അത് ഏത് ഇനമാണ്, എത്ര പാല് കിട്ടും, അത് ഏത് നാട്ടിൽ നിന്ന് കൊണ്ടെന്നാണ്, അങ്ങനെയുള്ള ഒരുപാട് ക്വാളിറ്റീസ് നോക്കിയിട്ടാണ് നമ്മൾ ഒട്ടകത്തിന് വില നിശ്ചയിക്കുക. അതുപോലെ തന്നെ ഒരു പെണ്ണിൻ്റെ വില നിശ്ചയിക്കുമ്പോൾ അവളുടെ സൗന്ദര്യം, അവളുടെ നാട്, അവളുടെ പാരമ്പര്യം, അവളുടെ ദീന്, അവളുടെ കന്യകാത്വം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പരിഗണിച്ചിട്ടാണ് വില നിശ്ചയിക്കുക. ആ ഗുണങ്ങളൊക്കെയുള്ള ആ നാട്ടുകാരായ മറ്റു സ്ത്രീകൾക്ക് എന്ത് മൂല്യമാണോ മാർക്കറ്റിലുള്ളത് അതേ മൂല്യത്തിന്
ഈ പെണ്ണ് അർഹയാണ് എന്നർത്ഥം. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഭൂമിയൊക്കെ രജിസ്റ്റർ ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ, ഒരു പ്രദേശത്ത് അതിൻ്റെ തൊട്ട് മുമ്പ് രജിസ്റ്റർ ചെയ്ത ഭൂമിക്ക് അതിൻ്റെ അടുത്തുള്ള ഭൂമിക്ക് എത്രയാണോ വില നിശ്ചയിച്ചിട്ടുള്ളത് ആ വിലയാണ് ഇതിൻ്റെ മൂല്യമായിട്ട് കണക്കാക്കുക. അങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക. അതേപോലെ ഒരു പെണ്ണ് ഏത് നാട്ടിൽ നിന്ന് ഏത് സാഹചര്യത്തിൽ നിന്ന് വരുന്നോ അങ്ങനത്തെ സാഹചര്യത്തിൽ ആ നാട്ടിൽ ആ ഒരു പെണ്ണിന് എന്ത് മൂല്യമുണ്ടോ ആ മൂല്യമാണ് ആ പെണ്ണിൻ്റെ മൂല്യം. അത് കൊടുത്തിട്ട് വേണം ആ പെണ്ണിനെ വാങ്ങാൻ. ഇനി മഹർ വാങ്ങിയ പെണ്ണ് ആ മഹർ പോക്കറ്റിലിട്ടുകൊണ്ട് പോകാൻ പറ്റും. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലൊക്കെ മത പണ്ഡിതന്മാർ പ്രസംഗിച്ച് നടക്കുന്നത്. പക്ഷേ ഫിഖ് സുന്നയിൽ പറയുന്നത് അങ്ങനെയല്ല. ആ പെണ്ണ് മണിയറ ഒരുക്കാനും ദാമ്പത്യ ജീവിതത്തിന് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾക്കൊക്കെ ഈ മഹറിൽ നിന്ന് ചെലവഴിക്കേണ്ടത് പെണ്ണിൻ്റെ ബാധ്യതയാണ് എന്നുകൂടെ പറയുന്നുണ്ട്. അതിന് തെളിവായിട്ട് അലി ഉദ്ധരിച്ച ഹദീസിൽ പറയുന്നത്, ഫാത്തിമയെ നബി തനിക്ക് കല്യാണം കഴിച്ച് തന്നപ്പോൾ തലയിണയും പാത്രങ്ങളും അതുപോലെ കുറേ സാധനങ്ങളും ഒക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കൂടെ. അപ്പോൾ ആ വീട്ടാവശ്യത്തിനുള്ള കുറച്ച് സാധനങ്ങൾ പെണ്ണിൻ്റെ വകയായിട്ട് കൊണ്ടുവരണം കല്യാണം കഴിച്ച് വരുമ്പോൾ. അപ്പോൾ മഹറായിട്ട് കൊടുത്ത കാശിൽ നിന്ന് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ചെലവഴിക്കൽ പെണ്ണിൻ്റെയോ പെണ്ണിൻ്റെ വീട്ടുകാരുടെയോ ബാധ്യതയാണ് എന്നും കൂടെ ഇതിനകത്ത് പറയുന്നുണ്ട്. ഇതൊക്കെയാണ് മഹറാണ് ഈ ഖുർആൻ വാക്യത്തിൽ ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ അതിൻ്റെ വിശദീകരണമായിട്ട് മതപണ്ഡിതന്മാർ പറഞ്ഞു തരുന്നത്. എന്നാൽ ഖുർആനിൽ അപ്പറഞ്ഞത് മഹറാണോ അല്ലേ എന്ന കാര്യം നമുക്ക് ഇനിയും ഖുർആനിൽ വരുന്ന വാക്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പരിശോധിക്കാം. പ്രത്യേകിച്ച് ഈ അധ്യായത്തിലെ 24-ാം വാക്യത്തിൽ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് വെച്ച് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ഈ പറയുന്നത് അതാണോ ഇതാണോ മഹറാണോ അതോ വേറെന്തെങ്കിലും ആണോ എന്നൊക്കെ കൂടുതൽ വ്യക്തത ലഭിക്കും. ചുരുക്കി പറഞ്ഞാൽ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ത് ആശയത്തെയാണ് മുന്നോട്ട് വെക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ഈ ഖുർആൻ കലക്കി കുടിച്ച ആളുകൾക്കൊന്നും ഒരു പിടിപാടും കിട്ടിയിട്ടില്ല. അറബി ഭാഷ അറിയാത്തതുകൊണ്ടല്ല കേട്ടോ, പരിഭാഷ വായിച്ചിട്ടല്ല അവരതൊന്നും പഠിക്കുന്നത്. ഈ പറയുന്ന മഹാപണ്ഡിതന്മാരൊക്കെ അറബി മാതൃഭാഷയായിട്ടുള്ളവരും അറബിയിൽ മുങ്ങിക്കുളിച്ച് ജീവിച്ചവരുമാണ്. അവർക്ക് ഈ കിതാബുകൾ വായിച്ചിട്ടും അള്ളാൻ്റെ ഖുർആൻ വായിച്ചിട്ടും റസൂലിൻ്റെ ഹദീസുകൾ വായിച്ചിട്ടും കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാതെ പോയത് ഭാഷയുടെ കുഴപ്പമല്ല, കാര്യങ്ങൾ പറഞ്ഞു വെച്ചതിലെ വൈരുദ്ധ്യങ്ങളാണ്. ഖുർആനിലെ അള്ളാഹുവിൻ്റെ വെളിപാടുകളിലെ ആശയപരമായ അവ്യക്തതകളും വൈരുദ്ധ്യങ്ങളുമാണ് അതിന് കാരണം. പ്രവാചകൻ്റെ ജീവിതത്തിലെ അദ്ദേഹത്തിൻ്റെ ചെയ്തികളിലും വാക്യങ്ങളിലുമുള്ള വൈരുദ്ധ്യങ്ങളാണ് കാരണം. ഈ വൈരുദ്ധ്യങ്ങളിൽ നിന്ന് കൃത്യമായ ചട്ടങ്ങളും നിയമങ്ങളും നിർദ്ധാരണം ചെയ്തെടുക്കുക എന്നത് മനുഷ്യസാധ്യമായ കാര്യമല്ല എന്നതുകൊണ്ടാണ് ഇത്രയേറെ മദ്ഹബുകളും ഗ്രൂപ്പുകളും അഭിപ്രായ ഭിന്നതകളും ഇസ്ലാം മതത്തിലുണ്ടായിട്ടുള്ളത്. ഇന്നും പുതിയ പുതിയ ഗ്രൂപ്പുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. കാരണം എല്ലാവർക്കും തെളിവ് ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്. ഓരോരുത്തർക്കും അവരുടെ യുക്തിക്കനുസരിച്ച് വ്യാഖ്യാനിച്ച് പുതിയ പുതിയ സാധനങ്ങൾ ഉണ്ടാക്കാൻ കഴിയും, പഴയതിനെ തള്ളാൻ പറ്റും. അങ്ങനെയാണ് അള്ളാൻ്റെ മതം ഉണ്ടാക്കി കൊടുത്തയച്ചിട്ടുള്ളത്. എന്തിനാണ് അതൊക്കെ ചെയ്തത്? മനുഷ്യർക്ക് യുക്തി ഇല്ലാത്തതുകൊണ്ട്, മനുഷ്യൻ്റെ യുക്തിക്ക് പരിമിതി ഉള്ളതുകൊണ്ട് എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് കെട്ടിയിറക്കി തന്നതാണ് എങ്ങനെ ജീവിക്കണം എന്നറിയാനുള്ള കാറ്റലോഗ്. ആ കാറ്റലോഗ് വായിക്കുന്നതിനേക്കാൾ നമുക്ക് നമ്മളെ വീട്ടിലെ സാധാരണ ചെറിയ കുട്ടികളോട് ചോദിച്ചാൽ ഓരോ കാര്യത്തിനും അതിനേക്കാളും വ്യക്തമായ ഉത്തരം നമുക്ക് കിട്ടും. പിന്നെ എന്തിനാണ് ഈ അള്ളാൻ്റെ കാറ്റലോഗ് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതാണ് ഈ അധ്യായത്തിലെ 4:4 എന്ന വാക്യത്തിന് അനുബന്ധമായിട്ട് നമുക്ക് പറയാനുള്ളത്. അടുത്ത വാക്യം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം.